قال رسول الله صلى الله عليه وسلم من شد الناس منزلة عند الله يوم القيامة عبد أذهب آخرته بالدنيا وغيره إن الفقيه هو الفقيه بفعله ليس الفقيه بنطقه ومقاله وكذا الرئيس هو الرئيس بخلقه ليس الرئيس بقومه ورجاله. الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي ആദരണീയരായ സയ്യിദ് അവറുകളെ, സ്റ്റേജിൽ ഇറങ്ങി നിൽക്കുന്ന ഉലമാക്കളെ, ഈ വാർഡിൻ്റെ മെമ്പർ, ഈ സുന്നി പൊതുയോഗത്തെ ലക്ഷ്യം വെച്ച് എത്തിയിരിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകരെ, ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ശ്രോതാക്കളെ, പ്രിയ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ അതിമഹത്തായ അളവറ്റ അനുഗ്രഹത്താൽ നമുക്ക് ഈ സമയം ഇവിടെ ഒരുമിച്ചുകൂടാൻ ഖാലിഖായ റബ്ബ് തുണച്ചതുപോലെ നാളെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ മഹല്ല് നിവാസിയായ അല്ലാഹുവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അതിമഹത്തായ അളവറ്റ അനുഗ്രഹം കൊള്ളുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ ഉൾപ്പെടെ നമുക്ക് ഈ സമയം നമുക്ക് വേണ്ടപ്പെട്ടവർ ഇവിടെ ഒരുമിച്ചുകൂടാൻ പരലോകത്തെ മോക്ഷത്തായ റബ്ബ് തുണച്ചതുപോലെ സന്തോഷം നാളെ നമുക്കും നമ്മുടെ കുടുംബത്തിന് തുണക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഈ മഹല്ല് നിവാസിയായ അല്ലാഹുവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അതിമഹത്തായ അളവറ്റ അനുഗ്രഹം കൊള്ളുന്ന ഇത്തരം സഹോദരങ്ങൾ, സഹോദരിമാർ ഉൾപ്പെടെ നമുക്ക് ഈ സമയം സംഘടിപ്പിച്ചിട്ടുള്ള നമുക്ക് വേണ്ടപ്പെട്ടവർ ഇവിടെ ഒരുമിച്ചുകൂടാൻ പരലോകത്തെ മോക്ഷത്തായ റബ്ബ് തുണച്ചതുപോലെ ഞങ്ങളുടെ എതിർപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനകളെ അധിക്ഷേപിക്കുന്നതിനോ ആ സംഘടനയുടെ നേതാക്കളെ മോശമായി ചിത്രീകരിക്കുന്നതിനോ ഒന്നുമല്ല. ഈ പ്രദേശത്ത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നേതാക്കളെയും പ്രവർത്തനങ്ങളെയും പ്രവർത്തന സംവിധാനങ്ങളെയും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ചിലർ ഉണ്ടാക്കിയപ്പോൾ ഈ സംഘടന എന്തിനാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ SYS-ഉം SSF-ഉം പ്രവർത്തിച്ച മേഖല ഏതാണ്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ആദർശബോധമുള്ള വലിയ ഒരു സമൂഹം ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സംഘാടകർ ഒരുക്കിയിട്ടുള്ള ഒരു സുന്നി പൊതുയോഗത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായ ഒരു സംസാരം നമുക്കിവിടെ ആവശ്യമില്ല. എല്ലാം സിദ്ദീഖുമാരാണെന്ന് പ്രസംഗിക്കുന്നത്.
ഉദ്ഘാടനവും ഒരു സിദ്ദീഖ് ഉസ്താദ്, ആശംസകൾ അറിയിച്ച് നന്ദി പ്രഭാഷണം നടത്തിയതും ഒരു സിദ്ദീഖ്, ഇനി മുഖ്യപ്രഭാഷണവും ഒരു സിദ്ദീഖ്. ഇങ്ങനെ എല്ലാം ഒരു സിദ്ദീഖുമാരാണ് ഈ കിഴക്കുംപാടത്ത് ഇപ്പോഴുള്ള ഒരു ജ്വരം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വിഭാഗം രാഷ്ട്രീയ സഹോദരങ്ങളും, പ്രത്യേകിച്ച് ഈ സ്റ്റേജിലിരിക്കുന്ന LDF-ന്റെ മെമ്പറായിട്ടുള്ള അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളുടെ മെമ്പറാണിപ്പോൾ. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അങ്ങയെ തോൽപ്പിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നവർ അങ്ങയോടൊരു കാര്യം പറഞ്ഞ് അങ്ങയെ സമീപിക്കുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ പരിഗണിച്ചു കൊടുക്കാൻ അങ്ങ് താല്പര്യം കാണിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊട്ടും അതിലൊരു പരാതിയുമില്ല. ഒരു പ്രദേശത്തെ ജനപ്രതിനിധി എന്ന് പറയുന്നത് അത് ആ പാർട്ടിയുടെ മാത്രം ഒരു പ്രതിനിധിയല്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിക്കും, ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ മത്സരിക്കും, ജയിച്ചു കയറിയാൽ നാട്ടിലെ ജനങ്ങളുടെ മെമ്പറാണ്. പക്ഷെ ഈ ഒരു വീക്ഷണം ഇല്ലാത്ത ഒരു പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, മുസ്ലിം ലീഗ് മാത്രമാണ് ഈ ഒരു കടുത്ത നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്കിവിടെ പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. BJP-ക്കാർ ധാരാളം സ്ഥലത്ത് ജയിച്ചിട്ടുണ്ട്, CPM ജയിച്ചിട്ടുണ്ട്, CPI ജയിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ പല കക്ഷികൾ ജയിച്ചിട്ടുണ്ട്. ജയിച്ച ഏതെങ്കിലും ഒരു മെമ്പറുടെ അരികിൽ അയാൾക്ക് ചെയ്തു തരാൻ പറ്റാവുന്ന ഒരു കാര്യം, അന്യായമായിട്ട് ഒരാളും ആരെയും സഹായിക്കേണ്ട, ന്യായമായും അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടുന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തിനു വേണ്ടി സമീപിക്കുമ്പോൾ അപേക്ഷകന്റെ ജാതിയും രാഷ്ട്രീയവും സംഘടനയും നോക്കിയിട്ട് അയാളെ പരിഗണിക്കുന്ന ഫാസിസ മനോഭാവം എല്ലാ മുസ്ലിം ലീഗുകാരെയും ഞാൻ ആക്ഷേപിച്ചു പറയുന്നില്ല, എത്രയോ നല്ല പേരുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സിദ്ദീഖ് ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ചേലേമ്പ്ര പഞ്ചായത്തിൽ എല്ലായിടത്തും മുസ്ലിം ലീഗിനെ ജയിപ്പിച്ചിട്ടൊന്നുമില്ല, സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട്. അഥവാ ഒരു കാര്യം കൂടെ ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ മനസ്സിലാക്കണം, ചേലേമ്പ്ര പഞ്ചായത്ത് സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അളവറ്റ അനുഗ്രഹത്താൽ നമുക്ക് ഈ സമയം ഇവിടെ ഒരുമിച്ചുകൂടാൻ ഖാലിഖായ റബ്ബ് തുണച്ചതുപോലെ നാളെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ മഹല്ല് നിവാസികൾ തൊട്ടടുത്ത് കിടക്കുന്ന അതിമഹത്തായ അളവറ്റ അനുഗ്രഹത്താൽ സഹോദരങ്ങൾ സഹോദരിമാർ ഉൾപ്പെടെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം പരലോകത്തെ മോക്ഷത്തിന്റെ ഭവനമായ സ്വർഗീയ ആരാമത്തിലും സന്തോഷപൂർവം സംഗമിക്കുവാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. ആമീനെന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഇവിടെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രീയം വിശദീകരിക്കുന്നതിനോ ഞങ്ങളുടെ എതിർപക്ഷത്തിന് ആ സംഘടനയുടെ മോശമായി ചിത്രീകരിക്കുന്നതിനോ ഒന്നുമല്ല. ഈ പ്രദേശത്ത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ
നേതാക്കളെയും പ്രവർത്തനങ്ങളെയും പ്രവർത്തന സംവിധാനങ്ങളെയും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ചിലർ ഉണ്ടാക്കിയപ്പോൾ ഈ സംഘടന എന്തിനാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ SYS-ഉം SSF-ഉം പ്രവർത്തിച്ച മേഖല ഏതാണ്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ആദർശബോധമുള്ള വലിയ ഒരു സമൂഹം ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സംഘാടകർ ഒരുക്കിയിട്ടുള്ള ഒരു സുന്നി പൊതുയോഗത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായ ഒരു സംസാരം നമുക്കിവിടെ ആവശ്യമില്ല. എല്ലാം സിദ്ദീഖുമാരാണെന്ന് പ്രസംഗിക്കുന്നത്. ഉദ്ഘാടനവും ഒരു സിദ്ദീഖ് ഉസ്താദ്, ആശംസകൾ അറിയിച്ച് നന്ദി പ്രഭാഷണം നടത്തിയതും ഒരു സിദ്ദീഖ്. ഇനി യൂത്ത് ലീഗുകാരെ, എന്നിട്ടാണ് അദ്ദേഹത്തെ ഇലക്ഷന്റെ അടുത്തുള്ള ദിവസത്തിൽ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കി. ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമില്ലാത്ത ഒരു ഭാഗത്തോ ഞങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ മണ്ഡലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പരസ്യമായി മീറ്റിംഗ് കൂടിയത് ഏത് ജില്ലാ പഞ്ചായത്തിലാണെന്ന് യൂത്ത് ലീഗുകാർക്ക് പറയാൻ കഴിയോ? ആരാ നിങ്ങളുടെ ശത്രു? ആരാ നിങ്ങളുടെ ശത്രു? ആരാ ശത്രു? നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന ഇവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. മുസ്ലിം ലീഗിനെതിരെ 100ഓളം സ്ഥലങ്ങളിൽ ചേളാരി സമസ്ത ഈ പ്രാവശ്യം മത്സരിച്ചതിന്റെ താല്പര്യം എന്താണ്? ഞങ്ങൾ കാണിച്ചു തരാം ആ വാർഡുകൾ എവിടെയാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയം പറയുന്നതിലൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്, SSF-ഉം SYS-ഉം ഒക്കെ പ്രവർത്തിക്കുന്നത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങളെ ഏത് പ്രവർത്തനത്തെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയുക? ഞങ്ങളെ വിമർശിക്കുന്ന ഒരു കക്ഷി ചേളാരി സമസ്ത എന്ന് പറയുന്ന കക്ഷിയാണ്. അവർ വിമർശിച്ചോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അവരേതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. SSF-ന്റെ നാളെ സമ്മേളനം നടക്കാൻ പോവുക മലപ്പുറത്ത്. എല്ലാവർക്കും അറിയാം, മലപ്പുറത്ത് നാളെ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആ സമ്മേളനം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഹയർ സെക്കൻഡറി സമ്മേളനം, ക്യാമ്പസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മഹാസമ്മേളനം നാളെ മലപ്പുറത്ത് വൈകുന്നേരം 5 മണിക്ക് വരുമ്പോ ഈ വിദ്യാർത്ഥി സംഘടനയുടെ മലപ്പുറത്തിന്റെ ശക്തി എന്ത് എന്നുള്ളത് കണ്ണും കാതുമുള്ളവർക്ക് അവിടെ ബോധ്യപ്പെടും. ആ ഒരു സമ്മേളനത്തിനോടനുബന്ധിച്ചുകൊണ്ട് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യാത്ര നടന്നിരുന്നു. ഞാൻ ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ ആരെയാണ് ഈ കൂട്ടുപിടിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ ചോദിക്കുന്നു, എന്താണ് SSF-കാർ നടത്തുന്ന സമ്മേളനത്തിന്റെ പ്രമേയം? ചേളാരി സമസ്തക്കെതിരെ നാട്ടിലെ ജനങ്ങളെ സംഘടിക്കുവീൻ എന്നാണോ? അല്ല. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്നുള്ള ഒരു തലവാചകം. ക്യാമ്പസുകളിലെ വൃത്തികേടുകളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പോ കണ്ടോ നിങ്ങൾ, എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഫറൂഖ് കോളേജിൽ വിവാദം നടക്കുകയാണ്. എന്താ ഫറൂഖ് കോളേജിലെ വിവാദം? ഫറൂഖ് കോളേജിലുള്ള വിവാദം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഈ ക്യാമ്പസുകളുടെ അവസ്ഥ ഞാൻ പറയാൻ വേണ്ടി സൂചിപ്പിക്കാം. ഒക്ടോബർ 2-ന് ഫറൂഖ് കോളേജിലെ ഒരു ക്ലാസ് റൂമിൽ മലയാളം ഉപഭാഷ ക്ലാസ് നടക്കുകയാണ്. ആ ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് അധ്യാപകൻ ക്ലാസ്സിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ?
പതിവിലും വിപരീതമായിട്ട് പിറകിലെ ബെഞ്ചിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കും. ഇതിന്റെ പേരിൽ ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ തന്നെ വാഗ്വാദം. അധ്യാപകൻ എങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയും? അധ്യാപകൻ കർശനമായിട്ടും ഈ രീതി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി ഈ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൊട്ടടുത്ത ദിവസങ്ങളിൽ ദിനു എന്ന് പറയുന്ന ഒരു കുട്ടിയല്ലാതെ മറ്റുള്ള കുട്ടികളൊക്കെയും അധ്യാപകനോട് മാപ്പ് പറഞ്ഞ് ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ എന്താ ഈ ദിനു എന്ന് പറയുന്ന കുട്ടി ചെയ്തത്? ചാനലുകാരെ സ്വാധീനിച്ച്, മാധ്യമപ്രവർത്തകരെ സ്വാധീനിച്ച് ഇവിടെ ലിംഗവിവേചനം നടക്കുന്നു, ഫറൂഖ് കോളേജ് മദ്രസയാക്കുകയാണ്, താലിബാനിസമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഓ, എന്തൊക്കെ കോലാഹലങ്ങൾ! എന്നിട്ട് ഇതിലുള്ള പ്രതിഷേധം കോഴിക്കോട് ടൗണില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുക. അവര് സഹോദരനും സഹോദരിയുമല്ല, അന്യ സ്ത്രീ പുരുഷന്മാരൊന്നിച്ചിരുന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ടുപോലും പ്രതിഷേധിക്കുന്നു. ഇതാണ് സത്യത്തിൽ ഇന്നത്തെ ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ജ്വരം. ചുംബന സമരമാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഈ അടുത്ത ഒരു ആഭാസകരമായ സമരം. ഞങ്ങൾ അന്നേ പറഞ്ഞു, സാംസ്കാരിക ശൂന്യതയായിരിക്കും ഇതിന്റെ ഫലം. സെക്സ് റാക്കറ്റുകൾ വർദ്ധിക്കാൻ ഇത് കാരണമാകും. സുഹൃത്തുക്കളെ, എല്ലാവരും കണ്ടല്ലോ, രാഹുൽ പശുപാലൻ എന്ന് പറയുന്ന മനുഷ്യനെന്ന് അവനെ വിളിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? സ്വന്തം ഭാര്യയായ രശ്മി നായരെയും എന്താ ചെയ്തത്? അവനായിരുന്നു ആ ചുംബന സമരത്തിന്റെ ഒന്നാം നിരയിൽ വന്ന പോയപ്പക്കാരൻ. ഇന്ന് ഓൺലൈൻ പെൺവാണിഭ കേസിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ക്യാമ്പസുകളിൽ അരുതായ്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഒരു തിരുത്താവശ്യപ്പെട്ടുകൊണ്ട് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്ന ഒരു യാത്ര, ആ യാത്ര കാടാമ്പുഴ പരിസരത്ത് ചെന്നപ്പോ ആ സുഖമില്ലാത്തൊരു ടീമുണ്ടല്ലോ, ചേളാരി സമസ്ത. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതിന്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞത്രേ, ഇവിടെ കാന്തപുരം SSF ഒന്നും പറയാൻ പറ്റൂല, ഇവനിക്ക് സ്ത്രീധനം കിട്ടിയതാ കാടാമ്പുഴ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ അറിയുന്നുണ്ട്. ഓരോ സർവകലാശാലകളിലേക്കും ക്യാമ്പസുകളിലേക്കും ഈ യാത്ര കടന്നു ചെന്നപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും വളരെ ഊഷ്മളമായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, വളരുന്ന ഒരു തലമുറ ഈ നെറികേടുകളെ അധികകാലം വെച്ചു ഉറപ്പിക്കില്ല എന്നുള്ളത് എന്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം. ഇതാണ് ഞങ്ങളുടെ പ്രവർത്തനം. അതുപോലെ തന്നെ SYS ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. വീടില്ലാത്തവന് വീട് നൽകുന്നു, ആശുപത്രികളിൽ മരുന്നാവശ്യമുള്ളവർക്ക് മരുന്നെത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാ ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഈ കോലത്തിലൊക്കെ ഈ വിഭാഗത്തെ അധിക്ഷേപിച്ചു പ്രസംഗിച്ചിട്ടും? അല്ലേ, എവിടെങ്കിലും ഒരു സമസ്ത സമ്മേളനം ഉണ്ടാവും, ഒരു തങ്ങൾ തോർക്കാരുണ്ടാവും, അയാൾ അങ്ങോട്ട് പോകും, കുറച്ച് നരത്ത ഉസ്താദുമാരുണ്ടാവും, ഓല സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടാവും, കുറച്ച് ചെറുപ്പക്കാർ നിന്ന് ചില കൂലി പ്രഭാഷകര് തെറി വിളിക്കുമ്പോൾ ഞങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. എന്തുകൊണ്ട് ഞങ്ങളുടെ നേതൃത്വം നിങ്ങൾ അതുപോലെ പറയരുത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആരിൽ നിന്നാണ്? ഞങ്ങൾക്ക് വേദനയുണ്ട്. ഇത് ഇന്ത്യ രാജ്യത്തെ പടിഞ്ഞാറ് ഉത്തർപ്രദേശിൽ അഖിലാഖ് എന്ന് പറയുന്ന ഒരു സഹോദരനെ പശുമാംസം ഭക്ഷിച്ചു എന്നതിന്റെ പേരിൽ സംഘപരിവാർ സംഘം അടിച്ചടിച്ചു കൊന്നു. എന്റെ പ്രിയപ്പെട്ടവർ, അഖിലാഖിന്റെ മകൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു. കെഞ്ചിയിട്ട് പറഞ്ഞു, എന്റെ ഉപ്പയെ കൊല്ലരുത്. അഖിലാഖിന്റെ
ഭാര്യയെ, ഉമ്മ എല്ലാവരും കെഞ്ചി പറഞ്ഞു ഭർത്താവിനെ കൊല്ലരുത്. ഗോമാംസം ഭക്ഷിച്ചു എന്നതിന്റെ പേരിൽ വ്യാജേന ഒരു വാർത്ത പടച്ചുണ്ടാക്കി പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ഒരു പച്ച മനുഷ്യനെ ഉത്തർപ്രദേശിൽ അടിച്ചടിച്ചു കൊന്നു. ഇന്ത്യ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സഹോദരങ്ങൾ അകാരണമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുവാൻ കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നത് അഭിനന്ദനാർഹമാണ്. അഭിനന്ദനാർഹമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അധികാരത്തിന്റെ അപ്പകഷ്ടത്തിന് വേണ്ടി വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ കൂട്ടുപിടിച്ചിട്ട് അധികാരത്തിൽ അള്ളിപ്പിടിക്കാൻ ശ്രമിച്ചവരെയും കേരളത്തിലെ മുസ്ലിം സമൂഹം തിരിച്ചറിയണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. ഇതെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അത് സംഘപരിവാരത്തിൽ നിന്നല്ല, RSSകാരിൽ നിന്നല്ല, അവരെക്കാളപ്പുറം ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ നേരിട്ടത് നേരത്തെ ഇവിടെ പറഞ്ഞ മുസ്ലിം എന്ന തലക്കെട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നതിൽ വേദനയുണ്ട്. ഇന്നലെയായിരുന്നു കല്ലാംകുഴിയിൽ കുഞ്ഞു ഹംസുക്കയുടെയും അവരുടെ സഹോദരൻ നൂറുദ്ദീനെയും ആണ്ട് ഇന്നലെയായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്നാണ് നവംബർ 20. ഞാൻ ഓർക്കുകയാണ്, പള്ളത്ത് കുടുംബത്തിലെ ഈ 2 സഹോദരങ്ങൾ, ആ 2 സഹോദരങ്ങൾ വളരെ മൃഗീയമായ രീതിയിൽ അരുംകൊല ചെയ്യപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യനെ കൊല്ലാൻ ആർക്കാണ് ദൈവം അനുവാദം നൽകിയിട്ടുള്ളത്? മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുന്നു, ഏത് രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ, മനഃപൂർവ്വം ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ കൊന്നാൽ ആ അക്രമിക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷ എന്താണെന്നറിയോ? ജഹന്നമാണ്, നരകമാണ് അവനിക്ക് നാളെ അവനെ കാത്തിരിക്കുന്ന ശിക്ഷയുടെ ഭവനം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഈ 2 സഹോദരങ്ങൾ അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു. ഞാൻ എന്നെ കേട്ടു നിൽക്കുന്ന രാഷ്ട്രീയ സഹോദരങ്ങൾ നിഷ്പക്ഷമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, പള്ളത്ത് നൂറുവും കുഞ്ഞു ഹംസുക്കയും കൊല്ലപ്പെട്ടത് ആ മഹല്ലത്തിലെ സ്വത്ത് നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കോടതിയിൽ വാദിച്ചതിന്റെ പേരിലാണ്. അതൊരു കുടുംബ വഴക്കായിരുന്നില്ല. 46 വെട്ടാണ് കുഞ്ഞു ഹംസക്കയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അറിയോ നിങ്ങൾ? ഒരു വെട്ട് വെട്ടുമ്പോൾ ഒരു മുഅ്മിനിന്റെ കൽബിൽ ചിന്തിക്കേണ്ടത് പരലോകമല്ലേ? എത്ര വൈരാഗ്യമുണ്ടെങ്കിലും 7 പറക്കമറ്റാത്ത കുട്ടികളെയാണ് സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനം അനാഥകളാക്കിയത് എന്ന് ഞാൻ വേദനയോടെ പങ്കുവെക്കുകയാണ്. നൂറുദ്ദീന്റെ മകൻ ഇന്നലെ എന്റെ അടുത്ത് വന്നു. ഞങ്ങൾ ആണ്ടിന് അവിടെ പോയ സമയത്ത് ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ കണ്ണുനീരൊലിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇതാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ. അതുകൊണ്ട് അക്രമ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. അക്രമം ഒന്നിനും പരിഹാരമല്ല. കൊലയും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങളും ചെയ്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു, 89 മുതൽ പ്രയാസങ്ങളും പീഡനങ്ങളും സഹിച്ചു വരുന്നൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ഓമനപുത്രൻ അവിടെ താണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുണ്ടൂരിലെ കുഞ്ഞു, ആരാ കുഞ്ഞുവിനെ കൊന്നത്? RSSകാരായിരുന്നില്ല, CPMകാരായിരുന്നില്ല, ഏതെങ്കിലും കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നില്ല. മുസ്ലിമീങ്ങൾ
എന്ന് പറയുന്നവരുടെ കൈകളിലൂടെയാണ് കുഞ്ഞു കൊല്ലപ്പെട്ടു പോയത്. KTC ഖാദറിനെ മറക്കാനാകുമോ നമുക്ക്? അമ്പലക്കണ്ടിയിൽ അബ്ദുൽ ഖാദറിനെ മറക്കാനാകുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസാധ്യാപകനായിരുന്ന അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ ആരുടെയും സ്വത്ത് കവർന്നെടുത്തതിന്റെ പേരിലല്ല ക്രൂശിക്കപ്പെട്ടത്. ഒരാളുടെയും ഭാര്യയെ, ആ സ്ത്രീയുടെ ചാരിത്രം നഷ്ടപ്പെടുത്തതിന്റെ പേരിലായിരുന്നില്ല. അമ്പലക്കടവ് ചെയ്ത തെറ്റിനെ പിന്നെ KTC അബ്ദുൽ ഖാദർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, അമ്പലക്കണ്ടി ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, താജുൽ ഉലമക്കൊപ്പം നിന്നു, AP ഉസ്താദിനൊപ്പം നിന്നു. ആ സഹോദരനെ, എന്റെ പ്രിയപ്പെട്ടവരെ, തലയിലേക്ക് മൂർച്ചയില്ലാത്ത കമ്പി അടിച്ചടിച്ച് കയറ്റിയപ്പോൾ തലച്ചോറ് പുറത്തേക്ക് വന്നു. എന്നെ കൊല്ലല്ലടാ എന്ന നാട്ടുകാരെ പരിചയമുള്ള അബ്ദുൽ ഖാദർ കരഞ്ഞു കരഞ്ഞു പറഞ്ഞിട്ടും, എന്റെ പ്രിയപ്പെട്ടവരെ, അതിക്രൂരമായി ഞങ്ങളുടെ സഹോദരനെ ഇഞ്ചിഞ്ചായി കൊന്നു. അങ്ങനെ അങ്ങ് തുടങ്ങിയാൽ എത്രയെത്ര വേദനിപ്പിക്കുന്നു. എന്തിന്റെ പേരിലാണ് ഈ അക്രമം നടക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത്? ഞാൻ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരോടും പറയുന്നത്, ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പ്രാണവായു ശ്വസിക്കാനുള്ള അവകാശമില്ലേ? AP ഉസ്താദിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരന്നു എന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമാണോ നിഷേധിക്കപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ഫാസിസം എന്ന് പറയുന്നത്? പിന്നെ എന്താണ് ഫാസിസത്തിന്റെ നിർവചനം? എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര വേദനയാണ്. അതുകൊണ്ട് ഒരു നാട്ടിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് ആരും മുതിരരുത്. നാട്ടിൽ നമുക്ക് നന്മകളാണ് ചെയ്യേണ്ടത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. സംഘടനകൾ പലതും ഉണ്ടായിക്കോട്ടെ, എന്തോ കുഴപ്പം, എല്ലാ സംഘടനകളും ഉണ്ടാവട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണോ? AP-ക്കാര് ഒരു വീട് പാവപ്പെട്ടവന് വെച്ചു കൊടുക്കുമ്പോ ഈക്കക്കാര് 2 വെച്ചു കൊടുക്കുക. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ ഒരു വാർഡ് നവീകരിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ആശുപത്രി ചെന്നിട്ട് 2 ചേലാരി സമസ്തക്കാരും ചെയ്ത നാട്ടുകാർക്കല്ലേ ഗുണമുള്ളൂ. സംഘടന കൂടുതൽ ഉണ്ടായി എന്ന് വിചാരിച്ചൊരു കുഴപ്പമൊന്നും വരില്ല. പക്ഷേ എന്റെ സുഹൃത്തുക്കളെ, അത്തരം ഒരു പ്രവർത്തനങ്ങളിലല്ല താല്പര്യം കാണുന്നത്. ഞങ്ങൾക്ക് ജനപിന്തുണ കിട്ടുന്നതുകൊണ്ടാണെന്നറിയോ? ഞങ്ങൾ അക്രമത്തിന്റെ ശൈലി സ്വീകരിച്ചത് കൊണ്ടല്ല. കയ്യൂക്കിന്റെയോ മസിൽ പവറിന്റെയോ ശൈലി ഞങ്ങൾക്കില്ല. ഞങ്ങളും മാത്രമുള്ള മഹല്ലുകൾ കേരളത്തിലുണ്ട്. 100% AP വിഭാഗത്തിന് സ്വാധീനമുള്ള മഹല്ല്. അവിടെ 1-2 ചേലാരി സമസ്തയുടെ പ്രവർത്തകരുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ ഒരു പ്രവർത്തനത്തെയും തടയാൻ പോയിട്ടില്ല. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞാൻ എന്നെ കേട്ടു നിൽക്കുന്ന രക്ഷിതാക്കളോട് പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം എന്ന് മാത്രമേ ലക്ഷ്യം വെക്കുന്നുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയെ തളർത്താനോ വളർത്താനോ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല. പക്ഷേ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരോട് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ ചില പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടി വരും. ആ പ്രതിഷേധങ്ങളിൽ നിന്ന് അവർ പാഠങ്ങൾ ഉൾക്കൊള്ളണം, പാഠങ്ങൾ പഠിക്കണം. നേരത്തെ ഇവിടെ പറഞ്ഞു കള്ളക്കേസുകളുടെ കാര്യം. എത്രയോ ഞങ്ങളുടെ പ്രവർത്തകന്മാര് കള്ളക്കേസുകൾ അനുഭവിച്ചു. എത്രയെത്ര സ്ഥലങ്ങളിൽ. മണ്ണാർക്കാട് മുണ്ടേക്കരാട് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ഏലംകുളം അബ്ദുൾ റഷീദ് സഖാഫി ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോരുകയാണ്. അപ്പോഴാ മൂപ്പർക്ക് കിട്ടിയത് 308 A+. നിങ്ങൾ ആലോചിച്ചു നോക്കണം, പാവം സുന്നി പ്രവർത്തകരുടെ നേരെ. ഇതൊക്കെ അധികാരത്തിന്റെ പവറും രാഷ്ട്രീയത്തിന്റെ തണ്ടും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഇങ്ങനെ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യായത്തിന്റെ പക്ഷത്തെ ഏത് രാഷ്ട്രീയക്കാരും നിൽക്കാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് ഒരു പാർട്ടിയും അന്യായമായിട്ട് ഞങ്ങളെ സഹായിക്കേണ്ടതില്ല. പക്ഷെ ന്യായമായി ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ കിട്ടിയിരിക്കണം. അതിനാരും വിഘാതം നിൽക്കരുത്. ഒരു പാർട്ടിയും ഒരു പാർട്ടിയുടെ ഓശാരമായി അന്യായമായി ഞങ്ങളെ സഹായിക്കണ്ട. നീതിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ സഹായിക്കും. എത്ര സ്ഥലങ്ങളിൽ. പിന്നെ മഹല്ലുകളിൽ പ്രശ്നം. ഇവിടെയും പറഞ്ഞു അത്രേ, മഹല്ല് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ ഒരു മെമ്പറെ ഇവിടെ വിജയിപ്പിച്ചിരിക്കുന്നത് എന്ന്.
നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹത്തോട് ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റായ സ്ഥിതിക്ക് നിങ്ങളെ കഴിവ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ഈ പള്ളി മദ്രസൊക്കെ ഞങ്ങൾക്ക് തരണമെന്ന്? അല്ലെങ്കിൽ ഞങ്ങളത് പറയോ? ഈ പറഞ്ഞാൽ തന്നെ അതായത് കേൾക്കാൻ തയ്യാറാവും. അതേ ഒരു രാഷ്ട്രീയ പ്രതിനിധിയല്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര സ്ഥലങ്ങളിലാ മഹല്ലുകളിൽ പ്രശ്നം. ഇപ്പൊ പള്ളിക്കൽ ബസാർ, ആ പള്ളിക്കൽ ബസാർ മഹല്ല് പള്ളി നിൽക്കുന്ന സ്ഥലം മുസ്ലിം ലീഗിന് വാർഡ് ഇപ്രാവശ്യം നഷ്ടപ്പെട്ടു. 250-ൽ പരം വോട്ടുകളുടെ പരാജയമാണ് മുസ്ലിം ലീഗിനുണ്ടായത്. അത് അവിടുത്തെ മുസ്ലിം ലീഗുകാർ എരന്ന് ചോദിച്ചു വാങ്ങിയ പരാജയമായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 4-നാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കൊല്ലം തികയാൻ പോവുകയാ. ഡിസംബർ 6 നമുക്കറിയാം, 1992 ഡിസംബർ 6-ന് അയോധ്യയിലെ ഫൈസാബാദിൽ 4.5 നൂറ്റാണ്ടിലേറെ കാലം സർവേശ്വരനായ അള്ളാഹുവിന് നെറ്റിത്തടം വെച്ചിരുന്ന ബാബരി മസ്ജിദ് ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ചു തകർത്തതിന്റെ ആ ഓർമ്മ ഡിസംബർ 6-ൽ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെ മനസ്സിലേക്കും തികട്ടി വരുന്ന ഒരു സമയം ഡിസംബർ 4-നായിരുന്നു പള്ളിക്കൽ ബസാറിലെ പള്ളി പൂട്ടിക്കുന്നത്. ആരാ പള്ളി പൂട്ടിച്ചത്? ഞങ്ങൾക്ക് വേദനയുണ്ട്. ആ നാട്ടിലെ ജനങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കേരളത്തിൽ ഒരു മുസ്ലിം പള്ളി പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന പാർട്ടി മുസ്ലിമിന്റെ പേരിലുള്ള പാർട്ടിയാണോ, മുസ്ലിമീങ്ങൾക്ക് പുറത്തു നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ? നിഷ്പക്ഷമായിട്ട് നിങ്ങൾ പറ. ഇത് ന്യൂ ജനറേഷൻ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ഈ നെറികേടുകളെ മുസ്ലിം സമുദായം വെച്ചുപുറപ്പിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല, ഒരാളും കരുതേണ്ടതില്ല. വളരുന്ന തലമുറയുണ്ടല്ലോ, അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്, ക്ഷമശയുണ്ട് എന്ന് എന്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ പള്ളി പൂട്ടിച്ചു. ദീർഘകാലം പള്ളി പൂട്ടിക്കിടക്കായിരുന്നു. ആ നാട്ടുകാർക്ക് കരിക്കാൾ ആകെ ഒരു പള്ളിയായിരുന്നു. പാവം എത്രയോ പ്രായം ചെന്നവര് വേദനിക്കുന്ന ഹൃദയത്തോടെ പടച്ചറപ്പിന്റെ മുന്നിൽ തന്റെ വേദന പങ്കുവെക്കാൻ പള്ളിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ ഉപ്പമാരുണ്ടായിരുന്നു. ആ ഉപ്പമാരുടെ പ്രാർത്ഥന മുടക്കിയതാരായിരുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിലിറങ്ങിയിട്ട് പറയാ ഏപ്പിക്കാര് പള്ളി പൂട്ടി. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു പള്ളി പൂട്ടിക്കാൻ നടന്നിട്ടുണ്ട്? ഞങ്ങളല്ലത് ചെയ്യാറുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കക്കോവ് മഹല്ല് ആ പള്ളി നിൽക്കുന്ന പ്രദേശം അത് മുസ്ലിം ലീഗിന് പോയി. മുസ്ലിം ലീഗ് അപ്പോഴാ എനിക്കൊരു കാര്യം തിരിഞ്ഞത്. ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. ഈ ആയത്തോതിയിട്ട് അയാൾ കുറച്ചു കാലം ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആയത്തോതിയിട്ട് അയാൾ പ്രസംഗിക്കുകയാണെന്നറിയോ? മുസ്ലിം ലീഗ് സ്വർഗത്തിലെ സഭയാണ്. ഇതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. ഞാൻ ഈ ആയത്തിന്റെ അർത്ഥം എങ്ങനെ ചിന്തിച്ചിട്ടും റബ്ബേ എന്തേ ഉസ്താദിന് പറ്റിപ്പോയ തെറ്റ് എന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ പിന്നെ എനിക്ക് തിരിഞ്ഞു, ഉസ്താദ് പറഞ്ഞത് അതൊരു വാക്കായിരുന്നു. എനിക്ക് തിരിഞ്ഞു. അതെന്താ കാര്യം എന്നറിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നൂറുദ്ദീൻ എന്ന സഹോദരനെയും കുഞ്ഞു ഹംസക്കും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുത്ത പാർട്ടി. അങ്ങനെ അർത്ഥം വെച്ചു കൊടുത്താൽ മതി. കുണ്ടൂർ ഉസ്താദിന്റെ ഓമനപുത്രൻ കുഞ്ഞുവിനെ സ്വർഗത്തിലേക്ക് നാളെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പാറിക്കളിക്കാൻ അവസരം സൃഷ്ടിച്ചു കൊടുത്ത ഒരു പാർട്ടി എന്നാണ് അർത്ഥം വെക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതൊന്നും പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇതിനൊന്നും ഞങ്ങൾക്കൊരു അവസരം സൃഷ്ടിച്ചു പോകരുത്. ഞങ്ങളതിന്റെ ശൈലിയും സ്വീകരിക്കാറില്ല, അതിന്റെ രൂപവും ഞങ്ങൾ സ്വീകരിക്കാറില്ല. അങ്ങനൊക്കെ ഒരു നാട്ടിൽ പരസ്പരം അങ്ങുമിങ്ങും വിശദീകരണവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾ കുറെ തിരിച്ചറിയും. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ ഏത് മുസ്ലിം സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആയുധങ്ങൾ കയ്യിലേന്തിയിട്ട് നാടിന്റെ സമാധാനം തകർക്കരുത്. സ്വന്തം മകൻ ഉപ്പയെ കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്ന, മൂത്താപ്പയെ എളാപ്പ കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എത്ര വേദനാജനകമായ സാഹചര്യം. ഇതിനാണോ പടച്ച റബ്ബ് നമ്മളൊക്കെ ഈ ഭൂമിക്ക് വിട്ടത്? ആലോചിച്ച് നോക്കി. ഇതിനാണോ അള്ളാഹു നമ്മളെയൊക്കെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്? പടച്ച റബ്ബ് ചോദിക്കും, സഹോദരാ നിന്റെ ആയുസ് നീ എവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കും. അതെല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എടാ നിന്റെ ആയുസ് നീ എവിടെയാ ചെലവഴിച്ചത് എന്ന് അള്ളാഹു ചോദിക്കും. പ്രത്യേകിച്ച് യൗവനകാലം, ചെറുപ്പകാലം, അത് എവിടെയാ ചെലവഴിച്ചത് എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു ഘട്ടം പരലോകത്ത് നമുക്ക് വരാനുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സമയത്ത് നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ സന്തോഷത്തോടെ പറയാൻ കഴിയണം, പടച്ച റബ്ബേ
എന്റെ ചെറുപ്പകാലം, എന്റെ യൗവനകാലം ഞാൻ എന്റെ സദസ്സിൽ വന്ന യുവാക്കളോട് പറയുന്നു, അള്ളാഹുവിന്റെ പരലോകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എടാ നിന്റെ യൗവനം നീ എവിടെയാ ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോ എതിർ പാർട്ടിയിൽപ്പെട്ട സ്ഥാനാർത്ഥി തോറ്റപ്പോൾ ചാടിക്കളിക്കാൻ പോയി എന്ന് പറയുന്ന സാഹചര്യം നമുക്കുണ്ടാകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിൽ ക്രമസമാധാനം തകർക്കാൻ ഓടി നടക്കുകയായിരുന്നു എന്ന് പറയാൻ നമുക്ക് അവസരമുണ്ടാകരുത്. കള്ളിന്റെ അടിമയായി ജീവിച്ചു എന്ന് നമുക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടാകരുത്. കഞ്ചാവിന്റെയും മയക്കുമരുന്നുകളുടെയും അടിമകളായിട്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ മാറിപ്പോകരുത്. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ഉമ്മയും കരയരുത് മക്കളുടെ കാര്യം ആലോചിച്ച്. അറിയോ നിങ്ങൾക്ക്, ഞാൻ എന്നെ കേട്ടു നിൽക്കുന്ന ആൺകുട്ടികളുള്ള പിതാക്കളോട് പറയുന്നു, കേരളം ഭ്രാന്താലയമാണ്. മദ്യത്തിൽ മുങ്ങി കുളിക്കുകയാണ് നമ്മുടെ നാട്. അറിയോ നിങ്ങൾക്ക്, 2000 രൂപയ്ക്ക് IT ക്യാമ്പസുകളിൽ നിന്ന് കിട്ടുന്ന LSD എന്ന് പറയുന്ന സാധനം എന്താണ് സുഹൃത്തുക്കളെ? അത് എന്റെ സദസ്സിൽ യുവാക്കളുണ്ട്, ക്യാമ്പസുകളിൽ പഠിക്കുന്ന പൊന്നുമക്കളില്ലേ? ഞാൻ ചോദിക്കട്ടെ മക്കളെ, നിങ്ങൾക്ക് പരിചയമുണ്ടായേക്കാം LSD എന്ന് പറയുന്ന സാധനം എന്താണ്? മോൻ കള്ളു കുടിക്കുന്നത് ബാപ്പ അറിയുന്നില്ല. പേരക്കുട്ടികൾ മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് പോകുന്നത് പൊന്നുപ്പ അറിയുന്നില്ല, വല്യുപ്പ അറിയുന്നില്ല. എന്റെ രക്ഷിതാക്കൾ അറിയണം, ഉമ്മമാര് വീട്ടിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരറിയണം. പ്രിയപ്പെട്ടവരെ, LSD എന്ന് പറയുന്ന മാരകമായ ഒരു വിപത്ത്, ഒരു ലഹരി വസ്തു, ഒരു മൈക്രോ സിം കാർഡിന്റെ 1/4 വലുപ്പത്തിൽ സ്റ്റാമ്പ് രൂപത്തിലാക്കിയിട്ട് നാവിന്റെ താഴെ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനം. നിങ്ങൾക്കറിയോ, ഈ കേരളത്തിലെ ഹാൻസ് പാൻപരാഗിന് നിയമനിരോധനമില്ലാത്തൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, കേരളത്തിൽ എത്ര സംഘടനയുണ്ട്. ആദ്യമായിട്ട് ഹാൻസ് പാൻപരാഗിനെതിരെ കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിച്ചൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഹരിത ധവള നീലിമ ത്രിവർണ്ണ പതാക കയ്യിൽ പിടിച്ച് ധാർമ്മിക വിപ്ലവം എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ട് ഈ നാട്ടിൽ അച്ചടക്കത്തോടെ രാജ്യക്കൂറോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നിപ്പോ നിരോധിച്ചു. പക്ഷെ നിരോധനം കടലാസിലാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ട സഹോദരനാണ് ഈ വാർഡിന്റെ മെമ്പർ. എനിക്ക് അദ്ദേഹത്തോട് ഈ സംഘടനയ്ക്ക് വേണ്ടി ഞാനൊരു അപേക്ഷ, അങ്ങ് ഭരിക്കുന്ന, നിങ്ങൾക്ക് ഭരണം കിട്ടിയിരിക്കുന്ന മേലാറ്റൂർ പഞ്ചായത്തിൽ ഒരിടത്തും ഹാൻസ് കച്ചവടം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുവദിക്കരുത്. പാൻപരാഗ് നിങ്ങൾ അനുവദിക്കരുത്. ആ നിയമം കർക്കശമാക്കണം. എന്റെ സദസ്സിലേതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പാൻപരാഗിന്റെ അടിമയായി പോയിട്ടുണ്ടെങ്കിൽ, ഹാൻസിന്റെ അടിമയായി പോയിട്ടുണ്ടെങ്കിൽ, സഹോദര, എന്തിനാ SSFകാരൻ ഇത് പറയുന്നത്? എന്തിനാ ഞങ്ങൾ ഇത് സമൂഹത്തോട് പറയുന്നത്? ഓ എന്റെ സഹോദര, നീ ആലോചിക്ക്. പാനെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം വെറ്റില എന്നാണ്. പാൻപരാഗിൽ വെറ്റിലുണ്ടോ? പാൻപരാഗിൽ വെറ്റിലില്ല. പാൻപരാഗിൽ എന്താ ചേർത്തിരിക്കുന്നത്? വൈൻ എന്ന് പറയുന്ന ഒരു മരത്തിന്റെ കറയുണ്ട്, കീടനാശിനികളുണ്ട്, രാസവസ്തുക്കളുണ്ട്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ അതിൻ്റെ അകത്തുണ്ട്. ഈ നാട്ടിൽ 25 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ നാട്ടിലുണ്ടല്ലോ, അല്ലേ? അവരുടെ വായ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പല്ലൊക്കെ കളറ് മാറിയിട്ടുണ്ടാവും. എന്താ ഈ സാധനം ഇങ്ങനെ ചവക്കണെന്ന് അറിയുന്നില്ല. നിങ്ങൾ ചവച്ചു തുപ്പുന്നത് ആരോഗ്യമാണ് എന്റെ സഹോദരങ്ങളെ. നിങ്ങൾ വാങ്ങിക്കുന്നത് ക്യാൻസറാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലൂക. നാശം നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കാൻ പോകരുത്. ഖുർആൻ ഹാൻസ് പാമ്പരാഗൊന്നും പറയില്ല. ചെറുപ്പക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, കള്ളുടിക്കരുത് എന്നല്ലേ ഖുർആനിലുള്ള ഉസ്താദേ, ഹാൻസും പാമ്പരാഗൊക്കെ തിന്നോണ്ട് എന്താ കുഴപ്പം? സഹോദര, ഹാൻസ് പാമ്പരാഗൊന്നും നല്ല ഖുർആൻ ഉണ്ടാകുക. ഖുർആൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുക. അതിന് ചെടിയായിരുന്നാലും പൊടിയായിരുന്നാലും ഏത് വസ്തുക്കളായിരുന്നാലും ശരി, അത് തെറ്റാണ്. ഇനി എന്തത് കഴിച്ചാൽ എന്താണ് നഷ്ടം? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ പാൻപരാഗ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ഹാൻസ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, പലരും വിചാരിച്ചത് ഞങ്ങൾ ഈ പരിപാടി വെച്ച് പടന്ന് കുറെ തെറി പറയും. ഞങ്ങൾക്ക് അതില്ല. ഞങ്ങളെ നയിക്കുന്നത് ആരറിയോ? ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളുടെ മൊത്ത ഇന്ത്യയുടെ സ്വത്ത് ഖമറുൽ ഉലമാ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണ്. അതല്ലാതെ കുട്ടികൾ നിയന്ത്രിക്കല്ല. അതാണ് അപ്പുറത്തെ പ്രശ്നം. അവിടെ നിയന്ത്രിക്കുന്നത് 2-3 ഫൈസികളും 2-3 ദാരിമികളാ. ഓല മൊത്തം നിയന്ത്രിക്കണത്. ഓല പോരാ, ഓല ചെന്നിട്ടാ പറയാ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരോട്, നിങ്ങൾ ഓല പരിപാടിക്ക് പോരുത് കേട്ടോ. എന്നാ ശരി, സോറി, ഞങ്ങൾ പോണില്ല. ഞാൻ ചോദിക്കണം, 5 മന്ത്രിമാരുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ തലയും പാലില്ലാത്ത ഈ മൂല്യന്മാർ പറഞ്ഞു നടക്കേണ്ട കാര്യം വല്ല അവസ്ഥയുണ്ടോ? ആ അപ്പുറത്തുള്ള മൂല്യന്മാർ
നിങ്ങൾക്ക് നിങ്ങൾ അന്തസ്സിൽ അങ്ങോട്ട് പോയാൽ പോരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ സുഹൃത്തുക്കൾ, ഞാൻ ഈ പറഞ്ഞ വിഷയം ഒന്ന് പറയട്ടെ. അപ്പോ എന്താ അതിൽ ചേർത്തിരിക്കുന്നത്? ഇതിങ്ങനെ ചവച്ചു തുപ്പിയാൽ എന്താ ഉണ്ടാവുക? ഒരു കൊല്ല കാൻസ് ഉപയോഗിച്ചൊരു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പൊന്നുമോനെ, കൊച്ചനുജ, നീ ഹാൻസ് ഉപയോഗിക്കരുത്, പാൻപരാഗ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് അവൻ വില കൊടുത്തു വാങ്ങിക്കുന്നത് അപകടകാരിയാണ്. ഇനി ഇത് തുടർന്നുകൊണ്ട് വീണ്ടും കഴിക്കുകയാണെങ്കിൽ വായക്കകത്തുള്ള അർബുദം ഉറപ്പാണ്. ഇത് ഞങ്ങളല്ല പറയുന്നത്. ഈ സാധനം ആദ്യമായിട്ട് തുടങ്ങിയത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലായിരുന്നു. മദ്യനിരോധന സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. ആ മദ്യം നിരോധിച്ച സംസ്ഥാനത്ത് ഗുജറാത്തിലാണ് ഈ വിഷയങ്ങൾ തുടക്കം കുറിച്ചത്. അവിടെ നിന്ന് തുടങ്ങിയ തോന്നിയാസമായിരുന്നു അത്. അതിനെക്കുറിച്ച് ആദ്യമായി ഇന്ത്യയിൽ പഠനം നടന്നതും ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ നാഷണൽ ഒക്കുപേഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച പഠന സമിതിയാണ്. ആ പഠന സമിതിയുടെ റിപ്പോർട്ടിലുള്ളതാണ്. ഇത് ദുനിയാവിൽ വരുന്ന ആരോഗ്യപരമായ നഷ്ടമാണ്. എന്നാൽ ചിലപ്പോൾ ചില ചെറുപ്പക്കാർ പറയും, മൂല്യരെ, ഞാൻ 5 കൊല്ലായി ഇത് തിരുമ്പൽ തുടങ്ങിയിട്ട്, എന്നിട്ട് എനിക്ക് ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. സഹോദരാ, എപ്പോഴാണ് ആരോഗ്യം നഷ്ടപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അപകടകാരിയാണ്. ഇനി ആഖിറത്തിൽ വന്ന എന്താ നഷ്ടം? അത് ഏത് സാധനമാണെങ്കിലും. ഇന്ന് ലഹരിക്ക് വേണ്ടി പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ജില്ലകളിൽ പ്രത്യേക ലാബ് പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. എന്തിനാ ഈ ലാബ് എന്ന് പറയുമോ? മൂത്രം പരിശോധിക്കാനല്ല, ബ്ലഡിലെ ഷുഗറും പ്രഷറും നോക്കാനല്ല. തൃശ്ശൂരിലാണ് ഇത് തുടങ്ങിയതെന്നാണ് എൻ്റെ വിവരം. വിഷപ്പാമ്പിനെ കൊണ്ട് വിഷം കുത്തിക്കുക ശരീരത്തിലേക്ക്. ലഹരി ആസ്വദിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഈ ലാബുകളിൽ എത്രയോ ക്യാമ്പസിലെ സ്റ്റുഡൻസ് ക്യൂ നിൽക്കുകയാണ്. ആചാര്യ പേരക്കുട്ടി പഠിക്കാൻ പോയതാ ക്യാമ്പസിലേക്ക്. പക്ഷേ പേരക്കുട്ടി കാലത്ത് ചെന്ന് ഈ ലാബിൽ ക്യൂവിൽ നിന്നുകൊണ്ട് അവിടെ ഒരു കുത്തിവെപ്പ് നടത്തുകയാണ്. എൻ്റെ രക്ഷിതാക്കൾ അറിയണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 മില്ലി പാമ്പിൻ വിഷത്തിൽ 60 മില്ലി വെള്ളം ചേർത്തുകൊണ്ടുള്ള ഇഞ്ചക്ഷന് 500 രൂപയാണ് അതിന് വാങ്ങിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ അറിയണം. ഇതാ നമ്മുടെ IT ക്യാമ്പസുകൾ ഉൾപ്പെടെ ഇന്ന് പല ക്യാമ്പസുകളിലെയും കുട്ടികളുടെ അവസ്ഥ. ചെറിയ കുട്ടികൾ എഴുതിയത് തെറ്റുമ്പോൾ മായ്ക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റ്നർ പോലും ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാലം വന്നു. ഫെവിക്കോളിൽ നിന്ന് ലഹരി ആസ്വദിക്കുന്ന തലമുറയാണ് പുതിയ തലമുറ. മണ്ണെണ്ണയിൽ നിന്നും പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും അങ്ങനെ തുടങ്ങി സൈക്കിളിന്റെ ട്യൂബ് പഞ്ചറായാൽ അത് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പശയിൽ നിന്ന് പോലും ലഹരി ആസ്വദിക്കുന്ന ഒരു തലമുറ. അതാ നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ. ഇവിടെ സംഘടനകൾ തമ്മിൽ തല്ലല്ല വേണ്ടത്. നാട്ടിൽ വർന്നുകൊണ്ടിരിക്കുന്ന ജീർണതകളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. ജീർണതകളെ പ്രതിരോധിക്കാൻ കഴിയണം. ഒരു ഭാഗത്ത് ഇതാണ് നടക്കുന്നത്. ഇനി മറ്റൊരു ഭാഗത്ത് നടക്കുന്നതോ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ഇതിന്റെ പേരിലൊക്കെ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത് ഇസ്ലാമും മുസ്ലിമീങ്ങളുമാണ്. ഇവിടെ എത്രയോ അന്യമതസ്ഥരെ ഞങ്ങൾ ഈ പരിപാടി കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ എല്ലാവരോടും പറയുന്നു, ഇസ്ലാമിൽ ഒരു തീവ്രവാദവുമില്ല. തീവ്രവാദിയാകാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല. ഒരിക്കലും ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ സാധിക്കില്ല. അപ്പോൾ ചില ഇസ്ലാമിക സംഘടനകൾ ഉണ്ടാകും, പേരിൽ ഇസ്ലാം പറഞ്ഞു നടക്കുന്ന സംഘടന. നമ്മളെ ഇസില് പോലെയുള്ള സാധനം. ആരാ അതിന്റെ സൃഷ്ടി? ആരാ അതിന്റെ സൃഷ്ടി? ഞങ്ങൾക്കൊക്കെ ചില വിഷമം എന്താണെന്നറിയങ്ങൾ. AP ഉസ്താദാണ് ഇവിടെ സംഘ് പരിവാറിനെ വളർത്തുന്നത്. ആരാ ഈ പറഞ്ഞിടക്കുന്നത്? ആരാ ഈ പറഞ്ഞിടക്കണേ? എൻ്റെ കയ്യിൽ കത്തുണ്ട്, ഞാൻ അതൊന്നും ഇപ്പോഴും എടുത്ത് വായിക്കുന്നില്ല. ഈ കത്ത് എന്താണെന്നറിയോ നിങ്ങൾ? വായിക്കേണ്ട അവസരം വന്നാൽ ഞാൻ അപ്പം വായിച്ചോളാം. ഈ കത്ത് ചേളാരി സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ലെറ്റർ ബേഡിൽ നിന്ന് ഗൾഫിലേക്ക് എഴുതിയ കത്ത്, 91 എഴുതിയ കത്താണ്. ഈ കത്ത് അങ്ങോട്ട് വായിച്ചാൽ ആരാണ് സംഘ് പരിവാറിനെ വളർത്തുന്നത് പച്ചക്കണ്ട് തിരിയും. അപ്പൊ ഈ കത്ത് എങ്ങനെ നിങ്ങളെ കയ്യിൽ കിട്ടിയത്? അതല്ലേ ഞങ്ങളുടെ താജുലുലമന്റെ കറാമത്ത്. ആരും അറിയരുത് എന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതിയിരിക്കുന്നത്. വായിക്കണ്ടല്ലോ, ഇപ്പം വായിക്കണ്ട, ഇപ്പൊ അവിടെ ഇരിക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, എന്താണ് ഇതിന്റെ കാരണം? ഇപ്പൊ അടുത്ത് നരേന്ദ്രമോദിയുടെ അരികിൽ ഉസ്താദ് ചെന്നപ്പോ എന്തൊക്കെ സോഷ്യൽ മീഡിയയിലെ കമന്റുകളാ കണ്ടു. അയാൾ നിൽക്കുന്നത് ഓരോ കാക്കാര് പീഡിയക്കൊലായി എന്ന് പറയാ. അല്ലെങ്കിൽ തന്നെ അയാളെ മുഖം കണ്ടറിയ ഇയാൾ ഒരാൾ ശരിയല്ല. ആര്? ഈ കാക്ക സുബൈ ഒറ്റ വക്ത് അതായിട്ട് കരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോ
ഇയാൾ ഇരുന്നിട്ടാണ് ഈ ബടായി പൊട്ടിക്കുന്നത്. മോഡിന്റെ അടുത്തേക്ക് AP ഉസ്താദ് പോയത് എന്തിനാന്ന് ഇവരുണ്ടോ അറിയുന്നത്? എന്തിനാ കാന്തപുരം ഉസ്താദ് അവരുകൾ ചെന്നത്? പ്രിയപ്പെട്ടവരെ, അസഹിഷ്ണുത നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സാധനമാണെങ്കിലും ഇന്ന് ലഹരിക്ക് വേണ്ടി പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ 5-ലധികം ജില്ലകളിൽ പ്രത്യേക ലാബ് പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. എന്തിനാ ആഘോഷിച്ചതിന്റെ പേരിൽ ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ഈ രാജ്യത്തിന് വേണ്ടി വെള്ളക്കാരോട് ധീരധീരം പൊരുതിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത പണ്ഡിത ശ്രേഷ്ഠനാമം, അതാണ് മഹാനായ മൈസൂരിന്റെ സിംഹം ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു. ആ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനാഘോഷം കർണാടക സർക്കാർ ഔദ്യോഗികമായി നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ പരിപാടികൾ ആദ്യം തന്നെ എതിർക്കുമെന്ന് ചില സംഘപരിവാർ സംഘടനകളൊക്കെ മുന്നറിയിപ്പ് നൽകി. മടിക്കേരിയിൽ നമുക്കെല്ലാം അറിയാം, വലിയ പ്രശ്നങ്ങളുണ്ടായി. അവിടെ കലാപങ്ങളിൽ പലരും മരണപ്പെട്ടുപോയി. കർണാടകയുടെ പല ഭാഗങ്ങളിലും മുസ്ലിം വീടുകൾ തെരഞ്ഞുപിടിച്ചുകൊണ്ട്, മുസ്ലിം സ്ഥാപനങ്ങൾ തെരഞ്ഞുപിടിച്ചുകൊണ്ട്, ആ സ്ഥാപനങ്ങളിൽ പെട്രോൾ ഒഴിച്ചുകൊണ്ട് പച്ചക്ക് ആ സ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന പ്രവണത പോലും ഉണ്ടായപ്പോ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാനാകും, കേരളത്തിൽ നിന്നൊരു പണ്ഡിതന്, ഇന്ത്യയിൽ നിന്നൊരു പണ്ഡിതന് കർണാടക മുഖ്യമന്ത്രി എസ് സിദ്ധരാമയ്യയുടെ അരികിൽ ചെന്നുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു മുസ്ലിം പണ്ഡിതൻ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ രാജ്യത്തെ മുസൽമാന്റെ അഭിമാനം മഹാനായ ശൈഖുനാ ഖമറുൽ ഉലമാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ആ പണ്ഡിതനെന്ന് മനസ്സിലാക്കണം. ഇവിടെ കുറെ ഉണ്ടല്ലോ പലർക്കും നേതാക്കള്, എവിടെയായിരുന്നു? അതിന്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപങ്ങൾ വന്നാലും അല്ലെങ്കിലും AP ഉസ്താദ് ഓരോ കാര്യത്തിൽ ഇടപെടുന്നത് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തിരിയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയോട് യോജിക്കുന്ന ഒരാളല്ല, ഞങ്ങളുടെ സംഘടനയും യോജിക്കുന്ന ഒരാളല്ല. ഇന്ത്യയിൽ ഒരു മനുഷ്യനും അകാരണമായി പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിലും നേരത്തെ കർണാടകയിൽ ചെന്നുകൊണ്ട് AP ഉസ്താദ് അദ്ദേഹത്തിന്റെ അതേപോലെ നിരപരാധികളായി കിടക്കുന്ന ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെട്ട ഒരു മുസ്ലിം നേതാവാ കാന്തപുരം ഉസ്താദ് അവர்கள். ആലോചിച്ചു നോക്കണം. അപ്പോ ഈ ഉസ്താദിനെ സംബന്ധിച്ചുകൊണ്ട് എന്തൊക്കെ നാട്ടുകാർ വിശ്വസിക്കോ ഈ നുണ പറഞ്ഞ? ഇവിടെ പരപ്പനങ്ങാടിയിലോ താനൂരിലോ ചില മുസ്ലിം പേരുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോ ഇവർ പറഞ്ഞുണ്ടാക്കിയ എന്താ അറിയങ്ങള്? അത് SSF ആയിരുന്നു. അത് വന്നാ മതി. ഓലെ ഇസ്തരി അങ്ങോട്ട് വരുതിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ അതൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് പറയുന്നത്, തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. നോക്കൂ നിങ്ങൾ, ഗുജറാത്തിൽ ഉണ്ടായതൊക്കെ വേദനാജനകമായ സംഭവമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ച് പറയാൻ ആളുണ്ടായിരുന്നു, എഴുതാൻ എഴുത്തുകാരുണ്ടായിരുന്നു. ഗുജറാത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. പഠിക്കാൻ പള്ളിക്കൂടങ്ങളില്ലാതെ, പുരോഗതിപ്പെട്ടു വരാൻ സാഹചര്യങ്ങൾ മുന്നിൽ അടക്കപ്പെട്ട ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണോ AP ഉസ്താദ്? അല്ലല്ലോ. ഇപ്പോഴൊക്കെ എത്തീങ്കാന ഇഷ്ടം പോലെ പലരും അല്ലേ. ആദ്യം ചിലര് മര്യാദക്ക് മസല പറഞ്ഞു. അനാവശ്യ കാര്യങ്ങളിലുള്ള വാക്ക് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിൽ ചെന്ന് നോക്കിയാലും ഞാൻ ആ കുട്ടികളെ അവരുടെ നാട്ടിലെ, ഞാൻ സാധാരണ പറയലുണ്ട്, ഇവരിലോടത്ത് പിന്നെ വേറെ വന്യജീവി മനസ്സിലായി.
അപ്പൊ ഇനി മുടക്കാനുള്ള പരിപാടി എങ്ങനെയെന്ന് നോക്കാം. ഒരു മുസ്ലിം നേതാവെ ഗുജറാത്തിലേക്ക് ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു മുസ്ലിം പണ്ഡിതൻ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ രാജ്യത്തെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരായിരുന്നു ആ പണ്ഡിതനെന്ന് മനസ്സിലാക്കണം. ഇവിടെ കുറെ ഉണ്ടല്ലോ പലർക്കും നേതാക്കള്, എവിടെയായിരുന്നു? അതിന്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപങ്ങൾ വന്നാലും അല്ലെങ്കിലും എ.പി. ഉസ്താദ് ഓരോ കാര്യത്തിൽ ഇടപെടുന്നത് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തിരിയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയോട് യോജിക്കുന്ന ഒരാളല്ല, ഞങ്ങളുടെ സംഘടനയും യോജിക്കുന്ന ഒരാളല്ല. ഇന്ത്യയിൽ ഒരു മനുഷ്യനും അകാരണമായി പാടില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിലും നേരത്തെ കർണാടകയിൽ ചെന്നുകൊണ്ട് എ.പി. ഉസ്താദ് അദ്ദേഹത്തിന്റെ അതേപോലെ നിരപരാധികളായി കിടക്കുന്ന ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെ കാര്യങ്ങളിലും ഇടപെട്ട ഒരു മുസ്ലിം നേതാവാ കാന്തപുരം ഉസ്താദ് അവர்கள். ആലോചിച്ചു നോക്കണം. അപ്പോ ഈ ഉസ്താദിനെ സംബന്ധിച്ചുകൊണ്ട് എന്തൊക്കെ നാട്ടുകാർ വിശ്വസിക്കോ ഈ നുണ പറഞ്ഞ? ഇവിടെ പരപ്പനങ്ങാടിയിലോ താനൂരിലോ ചില മുസ്ലിം പേരുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോ ഇവര് പറഞ്ഞുണ്ടാക്കിയ എന്താ അറിയങ്ങള്? അത് SSF ആയിരുന്നു. അത് വന്നാ മതി. ഓലെ ഇസ്തരി അങ്ങോട്ട് വരുതിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ അതൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് പറയുന്നത്, തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. നോക്കൂ നിങ്ങൾ, ഗുജറാത്തിൽ ഉണ്ടായതൊക്കെ വേദനാജനകമായ സംഭവമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ച് പറയാൻ ആളുണ്ടായിരുന്നു, എഴുതാൻ എഴുത്തുകാരുണ്ടായിരുന്നു. ഗുജറാത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. പഠിക്കാൻ പള്ളിക്കൂടങ്ങളില്ലാതെ, പുരോഗതിപ്പെട്ടു വരാൻ സാഹചര്യങ്ങൾ മുന്നിൽ അടക്കപ്പെട്ട രീതിയിൽ എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞ അവിടുത്തെ ന്യൂനപക്ഷത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു മുസ്ലിം നേതാവെ ഗുജറാത്തിലേക്ക് പോകാനുണ്ടായിരുന്നുള്ളൂ. അതാണ് മഹാനായ കാന്തപുരം ഉസ്താദ് പറയുന്നത്. ആലോചിച്ചു നോക്കണം. അല്ലാത്തവർക്ക് ഗുജറാത്ത് ചെയ്തിട്ട് എന്തുണ്ടാക്കാൻ കഴിഞ്ഞു? ഗുജറാത്തിന്റെ പേരിൽ പിരിച്ച ഫണ്ട് മുക്കിയവരുണ്ടാകാം. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് 5 സ്കൂളുകളാണ് ഗുജറാത്തിൽ ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ സഹോദരങ്ങൾ അറിയണം. ഞങ്ങള് ചേലാരി സമസ്തക്കാരെ മാതിരി ഇങ്ങനെ കോട്ടക്കല് വേങ്ങര ചമ്മാടുന്ന് കോഴിക്കോട് മലപ്പുറം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കറങ്ങുന്ന കമ്പനിയല്ല. ഇന്ത്യയിലെ 20ഓളം സംസ്ഥാനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രാസ്ഥാനിക കുടുംബമാണ് ഈ സുന്നി കുടുംബം. അറിയോ നിങ്ങൾക്ക്? ഇപ്പോ തിരുവനന്തപുരത്തെ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന്റെ സമീപത്തായി കോടികൾ വിലമതിക്കുന്ന വലിയ സാന്ത്വന കേന്ദ്രത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ഇനി അതിനെതിരെ സ്റ്റേക്ക് പോകണം. അല്ലാഹു അലം, ചെയ്തുകൂടായില്ല. നിങ്ങൾക്കറിയാലോ നോളേജ് സിറ്റിയുടെ കാര്യം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പ്രൊജക്ട്. കേരള സർക്കാർ പോലും നോളേജ് സിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ ചില ചവിട്ടുപടികളെ കടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഒരു മുസ്ലിയാര്, അവിടെയാണ് ഈ അത്ഭുതം. 120-ൽ പരം ഏക്കർ ഭൂമി മനോഹരമായ പ്രകൃതി രമണീയമായ കൈതപ്പൊയിൽ വാങ്ങിച്ചിട്ട് അത് മുഴുവനും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പൊ നോളേജ് സിറ്റി എന്ന് പറയുന്ന ഒരു പദ്ധതി വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ അപ്പുറത്തെ ആൾക്കാർ ഇത് എവിടെയെന്ന് ഇങ്ങനെ തെരഞ്ഞിറങ്ങിയത്. പക്ഷെ ഞങ്ങളെ മുത്ത് 2000-ലധികം പള്ളി ഉണ്ടാക്കിയ മുത്താണ് ഞങ്ങളുടെ മുത്ത്. ആ മുത്തിനൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുമ്പോഴുള്ള ചിട്ടയും മര്യാദ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഉസ്താദ് ബോധപൂർവം അതൊന്നും പറഞ്ഞില്ല. മാധ്യമപ്രവർത്തകരെ വിട്ടുനോക്കി ചില മാധ്യമപ്രവർത്തകര് തിരിഞ്ഞും മറിഞ്ഞും ചോദിച്ചു നോക്കി അല്ലേ? അങ്ങനെയൊക്കെയാണ് ചോദിക്കപ്പോ കഴിഞ്ഞ ഇലക്ഷൻ അടുത്ത സമയത്ത് ഓരോരുത്തർ ചോദിക്കുക, അടുത്ത നിയമസഭയിൽ നിങ്ങൾ ആരെ പിന്തുണക്കാം? ഞങ്ങളുടെ മുത്തു പറഞ്ഞ നിയമസഭ ആയിട്ടില്ലല്ലോ, അല്ല വരികയാണെങ്കിൽ എന്താ പിന്തുണക്കാം, വരാതെ നിനപ്പ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ മുത്തിന്റെ ഉത്തരം. ഒരു പിടുത്തം കിട്ടൂല ആർക്കും ഒന്നും. അതങ്ങനെ മതി. ഇനി നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അതല്ല ഉസ്താദ് ഇത് എവിടെ വരണം ചോദിച്ചു. അപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുക, ബാലുശ്ശേരിന്റെ അടുത്താ വരിക. അപ്പൊ ഉസ്താദ് അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാകുക. അപ്പൊ ഇവരൊക്കെ പാടെ ചേലാരി സമസ്തയിലെ കുറെ ആൾക്കാർ തൊഴിലില്ലാതെ കുറെ ഇരിക്കുന്നുണ്ട് അവിടെ. ഓലൊക്കെപ്പാടെ ബാലുശ്ശേരിന്റെ അടുത്ത് കൂടെയൊക്കെ ഇങ്ങനെ പോയി നോക്കി, അവിടെ ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഉസ്താദ് ചോദിക്കാണ്, ഉസ്താദ് എവിടെ? താമരശ്ശേരിന്റെ അടുത്താ. താമരശ്ശേരിന്റെ അടുത്താണ്. അപ്പൊ ഈ മൂലേര് ഇങ്ങനെ കളവ് പറയാ വിചാരിക്കണ്ട, ഈ താമരശ്ശേരിയും ബാലുശ്ശേരിന്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ ഇപ്പൊ ഈ കൈതപ്പൊയിൽ വരിക.
അറിയങ്ങള്. അപ്പൊ ഇത് എവിടെയെന്ന് പിടുത്തം കിട്ടാതായപ്പോ ഇവരുടെ കൂലിപ്രഭാഷകർ ഇങ്ങനെ പ്രസംഗിച്ചൽ തുടങ്ങി. അത് കേട്ട് നല്ല ഉസാറിൽ ഇങ്ങനെ ചിരിച്ചു ഉറങ്ങൽ തുടങ്ങി ചിലവരൊക്കെ. എന്താ പറഞ്ഞത്? 5 സെന്റ് ഭൂമി അള്ളാന്റെ ദുനിയാവിൽ നോളേജ് സിറ്റിക്ക് വേണ്ടിയിട്ട് എവിടെയും വാങ്ങിയിട്ടില്ല. അപ്പൊ അല്ലാഹു അക്ബർ, എന്തിരുന്ന ഉസാറ്. നമ്മളാ തക്ബീറൊക്കെ കേട്ടപ്പോൾ വിചാരിച്ചു കുറച്ചും കൂടി കഴിയട്ടവർക്ക് സ്ഥലം ശരിക്കും കിട്ടുമ്പോൾ തല കറങ്ങിക്കോളും. അങ്ങനെ ഏതായിരുന്നാലും ലാസ്റ്റ് വെളിപ്പെടുത്തി കൈതപ്പൊയിലാണിത് വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി അവിടെ പോയി നോക്കുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ്, അവിടെ സ്ഥലമൊക്കെ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഏതായിരുന്നാലും ഇനി വരുന്നു മനസ്സിലായി. അപ്പൊ ഇനി മുടക്കാനുള്ള പരിപാടി എങ്ങനെയെന്ന് നോക്കി നടക്കൽ തുടങ്ങി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അതിലാദ്യം തുടങ്ങിയ സ്ഥാപനം ഏതാ അറിയങ്ങൾ? ലോ കോളേജാണ്. നിയമവിദഗ്ധരായ കുട്ടികൾ കടന്നു വരുന്നതിൽ ഇവർക്ക് എന്താ അത്ര അസൂയ? ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊരു അഡ്വക്കറ്റ് നിലവിൽ വരട്ടെ, അതിനെന്തിനു അസൂയപ്പെടണം? അപ്പൊ ലോ കോളേജിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ജഡ്ജി ബാബു മാത്യു പി ജോസഫാണ് മർക്കസിൽ വന്നത്. അപ്പൊ ഇവര് കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ച് ഒരു ഭയങ്കര ഉത്സാഹം വിളിച്ചിട്ട് ഇവര് പറഞ്ഞ പരിപാടി എന്താ? നിങ്ങള് ഹൈക്കോടതി ജഡ്ജി വന്നാൽ നിയമപ്രശ്നം ഉണ്ടാവൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. മൂപ്പരേക്കാളും വലിയ വിവരം നിയമത്തിന് ഭരിക്കേ, മൂപ്പരേക്കാളൊക്കെ വലിയ വിവരം. അയാൾ അതൊന്നും മെയിൻ ചെയ്തില്ല. അത് ആരും ഒരു മെയിൻ ചെയ്തതേ ഇല്ല. കാരണം എല്ലാവർക്കും അറിയാലോ ഹൈക്കോടതി ജഡ്ജി തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഏതായിരുന്നാലും അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇത് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ കണ്ടപ്പോ ബിൽഡിങ്ങുകളെ വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കല്ലേ, എന്നാ ഇനി വെച്ചുറപ്പിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഇവര് സ്റ്റേക്ക് പോയി. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട ഉമ്മമാരെ, മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പിരിച്ചെടുത്ത പണമുണ്ടല്ലോ, 25 ലക്ഷത്തിലധികം രൂപ പിരിച്ചെടുത്തിട്ട് ഇവർ പോയതെന്തിനാര്യങ്ങള്? 25 ലക്ഷം എന്തിനാ ചെലവാക്കിയത്? നോളേജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ. എന്നിട്ട് എന്താണ് കോടതിയിൽ ചെന്ന് പറഞ്ഞത്? കോടതിയിൽ ചെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങള്? അവിടെ 1000 കൊല്ലം പഴക്കമുള്ള മരണ്ട്. ഞാൻ ചോദിക്കണം, അല്ല മൂല്യന്മാരെ, നോണ പറയുന്നതിന്റെ വിധി എന്താ? മദ്രസി പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, മർക്കസിന്റെ കീഴിൽ വരുന്ന നോളേജ് സിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി പച്ച നോണ. ഇനി അത് മാത്രമല്ല സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അവിടെ ചീറ്റപ്പുലി പോലെയുള്ള വന്യജീവികൾ ഉണ്ടോലും. ഇതൊക്കെ പാടെ വന്നാല്, ഈ നോളേജ് സിറ്റിയോട് വന്നാല് ഈ വന്യജീവികളൊക്കെ നശിക്കും. ഞാൻ സാധാരണ പറയലുണ്ട്, ഇവരിലോടത്ത് പിന്നെ വേറെ വന്യജീവിന്റെ ആവശ്യമൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. ഈ നിങ്ങൾ ചിന്തിച്ചു നോക്കി, അവിടെ എവിടെ 1000 വർഷം പഴക്കമുള്ള മരമുള്ളത് എന്റെ സുഹൃത്തുക്കളെ? പച്ച നുണ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? തൽക്കാലം കോടതി നിർമ്മാണം അവിടെ നിർത്തിവെക്കുന്ന ഒന്ന് അന്വേഷിച്ചാട്ടെ അറിഞ്ഞു. അപ്പൊ തന്നെ ഇവരിങ്ങനെ കുലുക്കൽ തുടങ്ങി, അടുത്ത ഫണ്ട് പിരിച്ചൽ തുടങ്ങി. കാരണം ഇത് തല്ലിയാൽ അടുത്തോട്ട് പോണേ. പക്ഷെ കോടതി ഇങ്ങനെ പറയുന്ന പോലും വിചാരിച്ചില്ല. കോഴിക്കോട് ജില്ലാ കളക്ടറോട് പിന്നെ അഭിപ്രായം തേടി. എന്താണ് അവിടെയുള്ള വിഷയം? കളക്ടറും ഉത്തരവാദിത്തപ്പെട്ട ഭരണാധിപന്മാരും എല്ലാം അവരുള്ളതുപോലെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോ കോടതിയിലെ ജഡ്ജി പറയാ, AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യനെ ഞങ്ങൾ നിരീക്ഷിച്ചപ്പോ അദ്ദേഹം ഇന്ത്യയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മഹാവ്യക്തിയാണെന്നാണ് മനസ്സിലായത്. ചില അസൂയക്കാരാണ് ഇതിന് ഉടക്കി നിൽക്കാൻ ഉള്ളതൊന്നും മനസ്സിലായി. ഇനി മേലിൽ അക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് പടി അടച്ചിട്ടാണ് പിണ്ടം വെച്ചത്. അറിയങ്ങള്, അതാണ് പടി അടച്ച് പിണ്ടം വെക്കാറുണ്ട്. ഇപ്പൊ നോക്കിങ്ങള്, എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? സുഹൃത്തുക്കൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മഹാനായ ഷാഫി ഇമാം പറഞ്ഞ ഒരു വചനമാണ് ഞാൻ നേരത്തെ ഇവിടെ കേൾപ്പിച്ചത്. എന്താ ഷാഫി ഇമാം പറഞ്ഞത്? ഷാഫി ഇമാം പറഞ്ഞത്, യഥാർത്ഥത്തിലുള്ള പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് യഥാർത്ഥ പണ്ഡിതൻ? ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിഇലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി വകദർ റഈസു ഹുവർ റഈസു ബിഖുലുഖിഹി ലൈസർ റഈസു ബിഖൗമിഹി വരിജാലിഹി. ഷാഫി ഇമാം പറഞ്ഞ ആരാ നേതാവ് എന്നറിയങ്ങള്? നേതാവ് എന്ന് പറഞ്ഞാൽ നേതാവിന്റെ ഒന്നാമത്തെ ഗുണം സ്വഭാവം നന്നാകുക. ഇവിടെയാണ് AP ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേതാവിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരോടും അസൂയയില്ല, ഇങ്ങോട്ട് ആക്രമിച്ചവനോടും അങ്ങോട്ട് വെറുപ്പില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതിന്റെ തെളിവല്ലേ ഇക്കൊല്ലത്തിൽ നോളേജ് സിറ്റി മുടക്കാൻ വേണ്ടി ഇവര് നടന്നതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ സമയത്ത് തന്നെയാണ് ഇവർ ഒരു കുടുക്കിൽ കുടുങ്ങുന്നത്. അതെന്താ?
പാലക്കാട് ജില്ലയിലെ ഒലവക്കോടിൽ കുറച്ച് യത്തീം കുട്ടികളായിട്ട് ഇവർ വന്നു. യത്തീമാന്നാ പറയുന്നത്. എന്താകട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒന്നായിട്ട് അന്യ സംസ്ഥാനത്തുനിന്ന് കുറേ കുട്ടികളായിട്ട് വന്നു. നിങ്ങളെ ഈ തൊട്ടടുത്ത വട്ടത്തൂർ യത്തീങ്കാനിക്ക് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, മുക്കത്തെ യത്തീങ്കാനിക്ക് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഇങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ആ വിഷയം ഇവിടെ വിഷയമായി. നോക്കുമ്പോൾ ചില കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല എന്നാ പറയുന്നെന്ന് പറഞ്ഞു. ഞങ്ങളതൊന്നും അന്വേഷിക്കാൻ പോയില്ല, ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വേറെ പണിയുണ്ട്. അങ്ങനെ ഏതായിരുന്നാലും അത് മനുഷ്യക്കടത്ത് എന്ന് പോലും ചിലർ വിശേഷിപ്പിച്ചു വന്നു. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ ഈ സ്ഥാപനത്തിന്റെ മുഖം യത്തീംഖാനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ വിഷയത്തിൽ എൻ്റെ ഹെൽപ്പ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് മാധ്യമപ്രവർത്തകർ വന്നു. നിങ്ങൾ കണ്ടതായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. എല്ലാവരും വിചാരിച്ചെന്താണെന്നറിയോ? ഓൽക്കത് കിട്ടണമെന്ന് ഉസ്താദ് പറയുന്ന. ഉസ്താദ് പറഞ്ഞു, ആ കുട്ടികൾ രേഖ ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ ആക്കാനുള്ള സാവകാശം ചെയ്തു കൊടുക്കണം. ടിക്കറ്റ് എടുക്കാതെ അവർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റെയിൽവേ പിഴ ഈടാക്കാം. അതല്ലാതെ ആ കുട്ടികളെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയച്ച് അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി മുസ്ലിം യത്തീംഖാനകൾ ഇതിന്റെ മറവിൽ അടച്ചു പൂട്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞങ്ങളത് കണ്ടിരിക്കില്ല എന്ന് കാന്തപുരം ഉസ്താദ് അവറുകൾ പറഞ്ഞുവെങ്കിൽ അതാ ഞങ്ങളുടെ മുത്ത്. നിങ്ങൾ തിരിച്ചങ്ങോട്ട് ചിന്തിക്കും. ആ ഒലവക്കോട് വന്ന കുട്ടികൾ മുഴുവൻ എവിടേക്ക് വന്നിരുന്നു നിങ്ങൾ? മേലാറ്റൂർ അക്കാഡമിക്ക് വന്നു എന്ന് വിചാരിച്ചോ. അവിടെ യത്തീംഖാനുണ്ട്, അവിടേക്ക് വന്ന കുട്ടികളാണ് അങ്ങനെ സംഭവിച്ചു. നോക്കുക, ഇന്ന് എന്താ ഉണ്ടാകുക? അമ്പലക്കടവ് എന്നൊരു മൂല്യർ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടാവും, കൂടത്തായിക്കാർ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടാവും യാത്ര. ഇത് വിശദീകരിച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞങ്ങൾ ആ പണിയെടുത്തോ? അതാണ് സത്യത്തിൽ സമുദായ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ട, അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവിൽ നിന്നാണ് ജനപിന്തുണ ഈ പ്രസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇനി മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിൽ ചെന്ന് നോക്കിയാലും ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നു, കലാപ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രസ്ഥാനം നമ്മളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അഹങ്കാരം പറയുകയല്ല. മുസാഫർ നഗറിൽ കലാപമുണ്ടായി, ബർമ്മയിൽ കലാപമുണ്ടായി, ബർമീസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്രയോ പാവം മനുഷ്യന്മാര് മരുന്നും ഭക്ഷണവും ഇല്ലാതെ വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടായി. മുസാഫർ നഗറിലെ കലാപമുണ്ടായപ്പോ 50 യത്തീമുകളാ അവിടെ ഉണ്ടായത്. ബാപ്പ നഷ്ടപ്പെട്ടു പോയ 50 കുട്ടികളാ ഉണ്ടായത്. ആ 50 കുട്ടികളെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ഒരു സ്ഥാപനം അത് മർകസു സഖാഫത്തി സുന്നിയായിരുന്നു. അങ്ങോട്ട് ചെന്ന പ്രസ്ഥാനം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സുന്നി പ്രസ്ഥാനമാണ്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ അങ്ങനെ LCD നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അവിടെ ക്യാമ്പ് ചെന്നിട്ട് അവർക്ക് ആവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുന്നത്. ഇതാ ഞങ്ങളുടെ സംഘടന എന്ന് പറയാൻ. ഞങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത ചർച്ചൻ്റെ പിന്നിൽ പോണ പണിയല്ലുള്ളത്. പണ്ഡിതോചിതം. ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഇലക്ഷനിൽ വരെ മുസ്ലിം ലീഗ് ജയിച്ച ചില സ്ഥലത്തിട്ടോ, എല്ലായിടത്തൊന്നും ഞാൻ പറയുന്നില്ല, AP ഉസ്താദിനെതിരെ പാട്ട്, ഷെയറുബാർക്കിനെതിരെയും പാട്ട്. ഇത്ര അന്തല്ല ലീഗ് രംഗക്ക്? അല്ലെങ്കിൽ അതും വാർഡിലെ വിജയം തമ്മിൽ എന്താ ബന്ധം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇത്രേ കഥയില്ലാതെ ഇത്ര തരം താന്ന വളരുന്നൊരു തലമുറ ഇവിടെ ഉണ്ട്. അവരിപ്പോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, CPM ജയിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചേളാരി സമസ്തയിൽ ഒരു മൗലിയരെ തെറിയും പറഞ്ഞ് പാട്ടുപാടി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒന്നും കേട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ സമുദായത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് സമുദായത്തിന്റെ പൊതു പ്ലാറ്റ്ഫോമാണെന്ന് പറയുന്നു എന്നല്ലാതെ അത് പ്രവർത്തനത്തിലെവിടെ? പ്രവർത്തനത്തിലല്ല ഇത് കാണിച്ചു തരേണ്ടത്. എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ഈ നിലക്കുള്ള അധിക്ഷേപം അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ വളരെ നല്ല നിലയിൽ യോജിച്ച് മുന്നേറുന്ന നിർണായക ഘട്ടത്തിൽ പോലും അനാവശ്യ കാര്യങ്ങളിലുള്ള വാഗ്വാദങ്ങളും വിവാദങ്ങളും. എന്താ അതിൻ്റെയൊക്കെ കാര്യം? ഇതിൻ്റെയൊക്കെ വിഷയം എന്താണ്? ആലിമീങ്ങൾ അവരവരുടെ പണി നിർവഹിക്കും. അത് ചിലപ്പോൾ ചില കയ്പുള്ള സത്യം പറയേണ്ടി വരും. ഇപ്പൊ നോക്കി നിങ്ങൾ, 50% സംവരണം പറഞ്ഞു. അങ്ങനെ നമ്മുടെ രാജ്യത്തൊരു നിയമം വരികയാണ്. 10 വാർഡ് ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ 5 വാർഡ് പെണ്ണിനാ. അപ്പൊ സ്വാഭാവികമായിട്ടും ചാനലേര് AP ഉസ്താദ് ചോദിച്ചു,
ഈ സ്ത്രീകളുടെ പൊതുരംഗ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാർക്ക് ഓല നയം ഉണ്ടാവും, മതപണ്ഡിതന്മാരും മതത്തിന്റെ നിയമം പറയാം. ഉസ്താദ് പറഞ്ഞു പിള്ളേനെ വളരെ അധികമാണ്. അപ്പോൾ ഉസ്താദിനോട് ചാനലിൽ പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കരുതിയിട്ടാണ് ഈ കാര്യം പറയേണ്ടത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല, മതത്തിന്റെ നിയമം അതാണ്. ഇതാണ് മതപണ്ഡിതന്മാർ. അതേ സമയത്ത് രാഷ്ട്രീയ പാർട്ടിയോട് ഓരം ചേർന്ന് നിൽക്കുന്ന മൗലിയന്മാരുണ്ടാവും. ഒരു മസാല ഒപ്പിക്കേണ്ടി വരും. അപ്പോഴാണ് ഒരു മൗലിയർ മസാല ഉണ്ടാക്കിയത്. അത് പിന്നെ ജനറൽ സീറ്റിലാണെങ്കിൽ മത്സരിക്കലാറാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംവരണം ഏർപ്പെടുത്തിയ സീറ്റിലാണെങ്കിൽ അലാൽ പോയി മൗലിയർ അവിടുന്ന് ഏത് കിതാബിൽ എങ്ങനെയൊക്കെ ഓരോ മസാല, എന്നിട്ട് പറയാ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കണ്ടേ. അതായാലും വലിയ തമാശ. അപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്? ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇനി ഇവിടെ ഏതൊക്കെ കോലത്തിൽ സംവരണങ്ങൾ വന്നാലും ഇസ്ലാമിന്റെ നിയമം എന്റെ വീട്ടിലിരുന്നു കൊണ്ട് പരിസരത്തെ മുസ്ലിം വീടുകളിൽ ഇരുന്നു കൊണ്ട് ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടാ ഞാൻ പറയുന്നത്. എവിടെയെങ്കിലുമൊക്കെ ചില താത്തമാരിങ്ങനെ ഫ്ലക്സ് ബോർഡിൽ നിൽക്കുന്നത് കണ്ടപ്പോ ചില ഉമ്മമാർക്ക് തോന്നിയിട്ടുണ്ടായേക്കാം, ചില ചെറുപ്പക്കാരികളായ സഹോദരിമാർക്ക് തോന്നിയിട്ടുണ്ടായേക്കാം, എന്റെ ഹസ്ബൻഡിനോടും എനിക്കൊന്ന് പറയണം, അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡ് സ്ത്രീ സംവരണ സീറ്റാണെങ്കിൽ എന്നെ ഒന്ന് നിർത്തിത്തരാൻ വേണ്ടി പറയണമെന്ന് ഒരു ഉമ്മയും ആലോചിക്കല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നത് അത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. എന്താ സംശയമുള്ളത്? 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാര് ലോകത്ത് കഴിഞ്ഞു പോയില്ലേ? ഒരു പെണ്ണും അധികാരത്തിൽ വന്നത് എവിടെയാ എന്റെ പ്രിയപ്പെട്ടവരെ ഉള്ളത്? അള്ളാന്റെ റസൂലോടുകൂടെ നബിമാർ അവസാനിക്കുകയാണ്. മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയല്ലേ ആയിഷ ബീവി? നല്ല ബുദ്ധിയുള്ള പെണ്ണായിരുന്നില്ലേ ആ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ? അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം 47 കൊല്ലം ജീവിച്ച മഹദിയാണ്. അള്ളാന്റെ റസൂല് രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് ബീവി ആയിഷയെ അടുത്തേക്ക് വിളിച്ചിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആയിഷ ഞാൻ മരിക്കാൻ പോവുകയാ, ഞാൻ ലോകത്തോട് വിട പറയാൻ പോവുകയാ, ഖിലാഫത്തിന്റെ സ്റ്റേജിലേക്ക് ആയിഷ നീ കടന്നു വരണേ എന്ന് മഹദി ആയിഷയോട് അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല. ഉമ്മമാരെ, സ്ത്രീകൾ അധികാരമേൽക്കുന്ന പക്ഷം, ആ പെണ്ണുങ്ങൾ അധികാരമേൽപ്പിക്കുന്ന പക്ഷം വിജയിക്കുകയില്ല എന്ന് ആരംഭപ്പൂവായ റസൂലുള്ളാഹി. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഇങ്ങനെ തലപ്പാവ് ധരിച്ചിട്ട് ഇസ്ലാമിന്റെ നിയമം പറയാൻ കേരളത്തിൽ ഒരു മുസ്ലിം സംഘടനയ്ക്ക് കഴിയുമെങ്കിൽ സുലൈമാൻ ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ സമസ്തക്ക് മാത്രമേ ഈ കാര്യം പറയാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. അല്ലാത്തവരുടെയൊക്കെ വാല് പലരുടെയും അമ്മിന്റെ ചോട്ടിലാ. അതാണ് മറ്റേത് അല്ലേ? ആദ്യം ചിലര് മര്യാദക്ക് മസാല പറഞ്ഞു, അപ്പൊ അയാൾ നിങ്ങളൊന്ന് അടിയന്തരമായിട്ട് തിരുത്തണേ, ലക്ഷം വന്ന സമയത്ത് നിങ്ങൾ എന്തായി പറഞ്ഞത് യൂസെന്നോ അതൊന്നും പറയണ്ട. അത് ഞാൻ പറഞ്ഞു ഒപ്പിച്ചോളാം. അത് ഞാന് പിന്നെ സംഭരണ മെന്നിന് മുമ്പ് പ്രസംഗിച്ചതായിരുന്നു. എങ്ങനെയുണ്ട്? സംഭരണ മെന്നിന് മുമ്പ് പ്രസംഗിച്ച അയാളോട് തന്നെ ചോദിച്ചത് ഷിയാക്കളോട് സലാം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു അറിയോ? അതിന് കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ വന്നപ്പോ നിങ്ങൾ എന്ത് വർത്താനാ പറഞ്ഞു ചോദിച്ചു. അപ്പൊ അയാൾ പറയാം, അത് ഞാൻ ദുബായിൽ നിന്ന് പറഞ്ഞതല്ലേ, കേരളത്തിൽ നിന്നാണെങ്കിൽ ഞാൻ ഫത്തുൽ മീൻ അനുസരിച്ചല്ലേ മസാല പറയാന്ന്. കണ്ടെങ്കില് ഇപ്പൊ തിരിഞ്ഞില്ലേ 89 നിങ്ങളിരുന്ന് പോകുന്നത് എന്തിനാന്നുള്ളത്? ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് അധികം നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതേ സമയത്ത് സ്ത്രീകൾ എന്ത് തെറ്റിദ്ധരിക്കും വേണ്ട, ഈ മൗലിയന്മാര് പിന്തിരിപ്പന്മാരാണോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ എത്രയാണ്? എന്താ അതിന്റെ കാരണം? പെണ്ണുങ്ങളുടെ പൊതുരംഗ പ്രവേശനം തന്നെയല്ലേ? എന്താ സംശയമുള്ളത്? ഞാൻ എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാര്, ഭാര്യമാരുള്ള യുവാക്കളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളുടെ ഭാര്യമാരെ പ്രദർശന വസ്തുവാക്കി കൊണ്ടു നടക്കരുത്. അള്ളാന്റെ റസൂലിന് നരകം കാണിച്ചു കൊടുത്ത സമയത്ത് ആ നരകത്തിൽ ഏറ്റവും അധികം പെണ്ണുങ്ങളെയാണത്രേ കണ്ടത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തേ അതിന്റെ കാരണമെന്നറിയുമോ? ഏത് പെണ്ണാണ് നരകത്തിലേക്ക് പോകുന്ന പെണ്ണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിസാഉൻ
കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായില. പേരിന് മാത്രം വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്തു കാണിച്ച് നടക്കുന്ന പെണ്ണ്, തലമറക്കാത്ത പെണ്ണ്, മാറുമറക്കാത്ത പെണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ കാലമെന്ന് പറഞ്ഞാല് പിറന്നു വീണത് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ കുഴിച്ചുകൂടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹത്തിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് ജീവിക്കുവാനുള്ള, പ്രാണവായു ശ്വസിക്കുവാനുള്ള അവകാശം പൊരുതി വാങ്ങിച്ചു കൊടുത്ത ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സ്ത്രീ വിരോധിയല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മാനം കവരപ്പെടാതിരിക്കാൻ വേണ്ടി, നിങ്ങളെ ചാരിത്രശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, നിങ്ങളുടെ പരലോകത്തിന്റെ മോക്ഷത്തിന്റെ ഭവനമായ സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ അച്ചടക്കത്തോടെ വീട്ടിൽ കഴിയേണ്ടവരാണ്. നിങ്ങൾ പൊതുരംഗത്തേക്ക് വരേണ്ടവരല്ല. നിങ്ങൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കസേരയിൽ ഇരിക്കേണ്ടവളല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതാണ് ഇസ്ലാമിന്റെ നിയമം. അതേ സമയത്ത് പെണ്ണിനെ ഒരിക്കലും ഇസ്ലാം കുറച്ച് കണ്ടിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ ഒരു തിരുവചനത്തിൽ കാണാൻ കഴിയും, ഒരു മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പത്തേതാ? എന്റെ പ്രിയപ്പെട്ടവരെ, മേലാറ്റൂർ ടൗണിൽ ഇരുനില കെട്ടിടം ഉണ്ടാകലല്ല, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാവലല്ല, തെങ്ങും തോപ്പുണ്ടാകലല്ല, മറ്റെവിടെയെങ്കിലും വരുമാനത്തിന്റെ മാർഗങ്ങൾ ഉണ്ടാക്കി വെക്കലല്ല. അതേ സമയത്ത് ഒരു മനുഷ്യൻ ദുനിയാവിൽ വെച്ച് സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ ജീവിത പങ്കാളിയായിട്ട് ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കിട്ടലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതേ സമയത്ത് ഇതിന് വിപരീതമായിട്ട് നിങ്ങൾ കണ്ടില്ലേ എവിടൊക്കെ പീഡനങ്ങൾ, പ്രയാസങ്ങൾ, അല്ലേ? പെണ്ണുങ്ങളുടെ ഹയാ തന്നെ ഉയർത്തപ്പെടുന്ന ഒരു കാലം വന്നുപോയി. ഇതാപ്പോ ഈ 50% കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? ഒരാ താത്താരൊക്കെ ഇങ്ങനെ കൈ വീശിട്ട് എന്താ ഉസാറ്, ചിലവരെങ്ങനെ എടുത്ത് അതിൻ്റെ ഒക്കെ പുറമെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് എതിർ സ്ഥാനാർത്ഥിന്റെ കോലം കെട്ടി ഒരു പാർട്ടി, ഞാൻ ഈ പാർട്ടിനൊന്നും പറയണില്ല, എല്ലാവർക്കും തിരിയുമല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് ഉളുപ്പില്ലാതെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ പെണ്ണിൽ ക്രിയാത്മകമായ രീതിയിൽ ബലാത്സംഗം ചെയ്തു. എനിക്കിത് പറയാൻ നാണമുണ്ട്. എവിടെയെത്തി? നമ്മുടെ സംസ്കാരം എവിടെയെത്തി? എത്ര ലജ്ജാകരമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. ഒരു സ്ത്രീയുടെ പ്രതികരണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഒരു സ്ത്രീ വേഷത്തിലാണ് ഈ വികൃതിയെങ്കിൽ ഞങ്ങളെ യഥാർത്ഥത്തിൽ കിട്ടിയാൽ അവരെന്തു ചെയ്യുന്നുള്ളത്. ഞാൻ അത് അർത്ഥചിന്തയ്ക്ക് വകയുള്ള ഒരു കാര്യമാണ്, വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണത്. ഈ നിലക്കെല്ലാം വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതല്ലേ ഇസ്ലാം പറഞ്ഞത്? ഇതല്ലേ? എന്തുകൊണ്ട് പെണ്ണിന് പള്ളി പോലും ഇസ്ലാം അനുവദിച്ചില്ല? വീട്ടിൽ നിക്കരിച്ചാൽ മതി എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? വീടാണ് പെണ്ണിന് ഉത്തമം. വീട്ടിൽ നിക്കരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ കൂലിയുണ്ട്. പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഈ വണ്ടിയും വലിയ വലിച്ചിട്ടാക്കി പള്ളിക്ക് വേണ്ട കാര്യം? ഉത്തമം വീടാണെന്ന് പറഞ്ഞാൽ ഉത്തമം വീട്ടിലല്ലേ നിൽക്കേണ്ടത്? പ്രിയപ്പെട്ട സഹോദരിമാരതാണ്. ഇനി മാത്രമല്ല, പെണ്ണിന്റെ ബുദ്ധി ആണിന്റെ ബുദ്ധി ഒരുപോലെയാണോ? ഈ സമത്വം ആർക്കൂടെ കൊണ്ടുവരാൻ കഴിയില്ല. അത് ഹക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് ഫെമിനിസ്റ്റ് വാദിയാവട്ടെ, പുരോഗമനവാദിയാവട്ടെ, എല്ലാവരും പറയുന്നത് ഇപ്പൊ ഈ സ്ത്രീ പുരുഷ സമത്വമാണല്ലോ. ഞങ്ങളെ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ ഒരു സമത്വം ഇവിടെ നടക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണിന്റെ തലച്ചോറ് എത്ര തൂക്കണ്ട്? മതം അവിടെ മാറ്റി വെക്കുക, മതം അവിടെ നിൽക്കട്ടെ, ശാസ്ത്രത്തിന്റെ പിന്നാലെ പോയി നോക്കാം. നമുക്ക് 1375 ഗ്രാം ആ പുരുഷന്റെ തലച്ചോറ്. ഒരു പുരുഷന്റെ തലച്ചോറ് 1375 ഗ്രാമാണ്. ഒരു പെണ്ണിന്റെ തലച്ചോറോ 1260 ഗ്രാമേ ഉള്ളൂ. പെണ്ണിന് ബുദ്ധി കുറയും. അള്ള പഠിച്ചിരിക്കുന്നത് അക്കോലത്തിലാ. പെണ്ണുങ്ങൾ ഇത് കേൾക്കുമ്പോൾ വെറുപ്പൊന്നും വിചാരിക്കേണ്ട, അള്ള നിങ്ങൾ അങ്ങനെ പഠിച്ചത്. അതാണ് സത്യം. ഈ പെണ്ണുങ്ങളടുത്ത് ആരും ചെന്നിട്ട് ഇന്ന് ഇൻകിലാബ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാ എൻ്റെ ബുദ്ധി കുറഞ്ഞത് എൻ്റെ മക്കൾ മുഴുവൻ പേക്കാൻ കാരണം ഒരൊറ്റ കാരനാണ്. അങ്ങനെ ആരും പ്രശ്നം ഉണ്ടാക്കാനും പോകണ്ട. അള്ളാഹു പടച്ചിരിക്കുന്നത് അവരങ്ങനെയാണ്. നോക്കളാരും. അതാണ് ഇതിന്റെ നേരെ വിപരീതം ചില പെരയിലൊക്കെ ഉണ്ടായി എന്ന് വരാം. എങ്ങനെ? പെണ്ണിന് ആധിപത്യമുള്ള വീടുണ്ടാവും, കേക്കുമ്പാടത്തൊന്നും പിന്നെ അങ്ങനെ ഉണ്ടാവൂല, അല്ലേ സഖാഫിസാദെ? ഇവിടെ കാണ് പെണ്ണിനെ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാവും. എന്നതിന്റെ നേരെ വിപരീതമുള്ള പൊരന്റെ ഉള്ളിക്കൊന്ന് കടന്നു നോക്കൊണ്ട് നിങ്ങൾ അവിടെ അങ്ങനെ പെമ്പറന്നോളായിരിക്കും എല്ലാ അധികാരവും. മൂത്ത മരോള് തെറ്റിപ്പോയിട്ട് 3 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മരോള് പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുകയാണ്. ഇളയ മരോള് ഫോൺ ചെയ്യൽ തുടങ്ങിയിരിക്കുന്നത് പോക്കിന്. എന്താ ആകെ പ്രശ്നം? അതാണ് ഈ സ്ത്രീ ഭരണം നടക്കുന്നിടത്തൊക്കെ ഉള്ള സ്ത്രീകൾ
ആവശ്യമില്ലാത്ത മേഖലകളിലേക്ക് കടന്നു വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാണ്. സുബ്ഹാനല്ലാഹ്, പെണ്ണിന് ഹയാ അങ്ങോട്ട് നഷ്ടപ്പെടാൻ തുടങ്ങി. ഇതൊക്കെ റസൂല് പറഞ്ഞതാ, സത്യമായിട്ട് പുലരണം. തങ്ങൾ പറഞ്ഞു, ഈ ലോകം അവസാനിക്കാറായി തുടങ്ങുന്ന സമയത്ത് 4 കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഉയർത്തിക്കളയും. 4 കാര്യങ്ങൾ ഭൂമി ലോകത്തിൽ നിന്ന് അള്ളാഹു അങ്ങ് ഉയർത്തിക്കളയും. ഏതൊക്കെ കാര്യമാണത്? അതിലൊന്ന് പറഞ്ഞത് യർഫഉല്ലാഹുൽ ഹയാ മിനൻ നിസാ. യർഫഉല്ലാഹുൽ ഹയാ മിനൻ നിസാ എന്ന അതിൽ ഒരു കാര്യം, അതിൽ ഒന്നതാ, പെണ്ണിന് ഹയാ ഉണ്ടാവൂല. ആ പെണ്ണിന്റെ ഹയാ ഊരിക്കളയും, എടുത്തുകളയും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അൽ ഹയാഉ മിനൽ ഈമാൻ, അൽ ഈമാനു ഫിൽ ജന്ന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് കേൾക്കണം, ഹയാ ഈമാനിന്റെ ഭാഗമാണ്. അച്ചടക്കം നിങ്ങളെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അച്ചടക്കരാഹിത്യം നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. ഈമാൻ സ്വർഗത്തിലേക്കാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ദുനിയാവ് പല രീതിയിലും വരും. നാട്ടിൽ പല അരുതായ്മകളും വർദ്ധിക്കും. നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വരും. അതിനൊക്കെ നാട്ടിനനുസരിച്ച് നിൽക്കാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ നിയമം നമുക്ക് നിയമമായിട്ട് പറയാൻ കഴിയണം. അതാണ് ലോകത്ത് ഉലമാക്കൾ ചെയ്യേണ്ട ദൗത്യം. അതാണ്. അതിൻ്റെ പേരിലാണ് AP ഉസ്താദ് ഏറ്റവും അധികം ക്രൂശിക്കപ്പെടുന്നത്. ഉസ്താദിന് അതിൻ്റെ പേരിൽ ഒരു വിമർശനം നേരിട്ടിട്ട് ഉസ്താദിന് കുഴപ്പമില്ല. അള്ളാഹിൻ്റെ ദീനിൻ്റെ കാര്യം ഉള്ളതുപോലെ പറയാതിരിക്കാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ആർക്കെങ്കിലൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആയത്തും ഹദീസൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, നിസ്വാർത്ഥരായ പണ്ഡിതന്മാരെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയൊക്കെ പ്രവർത്തകരോട് ചോദിക്കുന്നു. വളരെ വേദനയുണ്ട്. പല സ്ഥലത്തും നിങ്ങൾ സംസ്ഥാന നേതൃത്വം തന്നെ ഈ കാര്യത്തിൽ ഇടപെടണം. എത്ര സ്ഥലങ്ങളിലെ AP ഉസ്താദിനെ തെറി. എന്താ ഉസ്താദ് ചെയ്ത തെറ്റ്? നിങ്ങളെ ഉസ്താദ് അറിയുക പോലുമില്ല. നിങ്ങളൊന്നും ഉസ്താദ് അറിയും കൂടിയില്ല, നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ടും നിങ്ങൾ ഉസ്താദിൻ്റെ ഒരു ദിവസം ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ ഉസ്താദ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അൽഹംദുലില്ലാഹ്, എത്ര പള്ളി ഉണ്ടാക്കി. ആ പള്ളികളിൽ ഒന്നും വേണ്ടെങ്കിൽ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൻ്റെ അവിടുത്തെ പള്ളിക്കൊന്നും ഇങ്ങനെ ചെന്ന് നിൽക്കി. ഹറമത്തെ മാതിരിയാ ജനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു സുജൂദ് ഒരാൾ ചെയ്താൽ ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഒരു കൂലിയുണ്ട്, അത് മറക്കണ്ട. ഉസ്താദിന്റെ അക്കൗണ്ടിക്ക് അതിൻ്റെ ഒരു കൂലിയുണ്ടത് മറക്കണ്ട. അതാണ് ഉസ്താദ്. എത്ര പാവപ്പെട്ട യതീമായ കുട്ടികളെ വളർത്തി, എത്ര പേർക്ക് വിദേശത്ത് അഡ്നോക്കിൽ ജോലി കൊടുത്തു, എത്ര പേരാ കുടുംബം ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിവാഹപ്രായമെത്തി നിൽക്കുന്ന എത്ര പെൺകുട്ടികളെയാ കെട്ടിച്ചു വിട്ടത് അറിയോ നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്. ഞാൻ എൻ്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് പറയുന്നു, സ്ത്രീധനം എന്ന് പറയുന്ന മഹാവിപത്ത് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാത്ത എൻ്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരെ, നിങ്ങൾ സ്ത്രീധനരഹിത വിവാഹത്തിന് തയ്യാറാകണം. SSFൻ്റെ സിൽവർ ജൂബിലി കർണാടകയിൽ നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, കർണാടകയിലെ 25,000 ചെറുപ്പക്കാർ അവരതിന് സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നു. സ്ത്രീധനരഹിത വിവാഹം. നാട്ടിലെ നന്മക്കൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. അക്കാഡമിയുടെ കലണ്ടർ സദസ്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും വാങ്ങുക ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടിലെ നന്മക്ക് ഒപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിലെ ചെറുപ്പക്കാരങ്ങനെ മുന്നോട്ട് വരണം. എത്ര സ്ഥലത്തറിയുങ്ങൾ പാവപ്പെട്ട പെൺകുട്ടികൾ പുര നിറഞ്ഞു നിൽക്കുക. കാരണം ഒരു കുട്ടിനെ കല്യാണം കഴിക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം അന്വേഷിക്കൽ എന്താണെന്ന് അറിയുങ്ങൾ? അവിടുത്തെ ഭൂമിൻ്റെ വില എന്താണെന്ന് ആദ്യം ചോദിക്കുക. ഭൂമിക്ക് എന്ത് കിട്ടുമെന്നാ ചോദിക്കുക. ഈ നിലയ്ക്ക് ഇപ്പം കുറച്ചൊക്കെ അൽഹംദുലില്ലാഹ് കുറഞ്ഞു. ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ആര് മുന്നോട്ട് വന്നാലും ഈ സുന്നി കുടുംബം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ തെറിവിളികൾ നമ്മൾ അവസാനിപ്പിക്കും. എന്താ അതിൻ്റെയൊക്കെ കാര്യം? ഇപ്പൊ AP ഉസ്താദിനെ ഓരോ സ്ഥലത്ത് ഈ പ്രാവശ്യം തന്നെ മുസ്ലിം ലീഗ് ജയിച്ച് കയറിയ സ്ഥലങ്ങളിലെ മുദ്രാവാക്യങ്ങൾ ചില സ്ഥലത്ത് വിളിച്ചത് ഞങ്ങളവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. 6 മാസം കൂടെ കഴിഞ്ഞാൽ ഇനിയും വരുന്നുണ്ട് ഇലക്ഷനുകളൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താ അതിന്റെ കാര്യം? അപ്പൊ ഞങ്ങളുടെ പ്രവർത്തകന്മാർ എത്ര സ്ഥലത്തറിയോ പണ്ഡിതന്മാരെ കോലുണ്ടാക്കി വെക്കുന്നത്. എന്താ അതിന്റെ കാര്യം? മുസ്ലിം ലീഗിന്റെ നല്ലവരായി ചിന്തിക്കുന്ന എന്റെ സഹോദരങ്ങൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ കാര്യവും നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. സ്വഹാബത്തിനോട് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് സ്വഹാബത്തെ മുഫ്ലിസ് എന്ന് അറിയുമോ?
ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞ ഉത്തരമെന്താ? അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വ മതാ. കയ്യിൽ ചരക്കില്ലാത്തവരാണ് മുഫ്ലിസ്. ദുനിയാവില് സാമ്പത്തികമായി ഒന്നുമില്ലാതെ ജീവിച്ചവരാണ് പാപ്പരായവര്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ മുഫ്ലിസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദുനിയാവിൽ ജീവിക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടിയവനല്ല ആഖിറത്തിലെ മുഫ്ലിസ്. അള്ളാന്റെ റസൂല് പറയുന്നു, എന്റെ ഉമ്മത്തിൽ ചില മുഫ്ലിസീങ്ങൾ പരലോകത്ത് വരാനുണ്ടോ? ദുനിയാവിൽ അവര് ജീവിക്കുന്ന സമയത്ത് അവരൊരുപാട് നിസ്കരിച്ചവരാ. അവര് പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. അവര് പള്ളിയിൽ പല പരിപാലനങ്ങൾക്കും ഉണ്ടായിരുന്നു. അവര് സക്കാത്ത് കൊടുത്തിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ മുന്നിട്ട് വന്ന് ചെയ്തിരുന്നു. എന്നിട്ടും ആഖിറത്തിൽ ചെല്ലുമ്പോ സഹോദരാ, ആ സക്കാത്ത് കാണുന്നില്ല, നോമ്പ് കാണുന്നില്ല, ഹജ്ജ് കാണുന്നില്ല, ദാനധർമ്മങ്ങൾ കാണുന്നില്ല, പള്ളി പരിപാലനമൊന്നും അക്കൗണ്ടിൽ കാണുന്നില്ല. ആരാണ് ഈ ഹതഭാഗ്യവാന്മാര്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവര് ദുനിയാവിൽ ആളുകളെ ചീത്ത പറഞ്ഞവരാ, തെറി വിളിച്ചവരാ, ആക്രമിച്ചവരാ, തമ്മാടിത്തരങ്ങൾ ചെയ്തവരാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇതിന്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ഗീബത്ത് പറയുക എന്ന് പറയുന്നത് അശദ്ദു മിനസ്സിനാ, അത് നിസാരപരമായ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ചോദിക്കട്ടെ, ഞാൻ ഇത്ര സമയമായി ഞാൻ ഇവിടെ സംസാരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാലിമിനെ ഞാൻ തെറി വിളിക്കാൻ പോയിട്ടില്ല, ഒരു തങ്ങളെയും ഞാൻ കൊച്ചാക്കാൻ പോയിട്ടില്ല. കാരണം ഗീബത്ത് പറയുക എന്ന് പറയുന്നത് അത് സിനയേക്കാൾ കടുത്ത തെറ്റാണ്. അതേ സമയത്ത് എത്ര കൂലി പ്രഭാഷകരാ തുടങ്ങൂ AP ഉസ്താദിന്റെ കുറ്റം അങ്ങനെ പറിച്ചു. അതിനായിട്ട് യാത്ര നടത്തുന്നവരെ കണ്ടിരിക്കണം നിങ്ങളൊക്കെ. അതിനായിട്ട് യാത്ര, ഞങ്ങളൊരു യാത്ര നടത്തിയിരുന്നത് കേരള യാത്രയായിരുന്നു. അൽഹംദുലില്ലാ, എന്തൊരു വിജയം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജനങ്ങൾ ഇങ്ങനെ നട്ടുച്ചക്കും ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ആയിരങ്ങൾ കാത്തുക്കല്ലേ. ഒരു ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണോ AP ഉസ്താദ്? അല്ലല്ലോ. അതിനേക്കാളൊക്കെ രീതിയിൽ എത്ര കണ്ടാൽ ആൾക്കാർക്ക് പിന്നെയും കാണും. ഇതിനൊക്കെ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇനി ഉസ്താദ് ഒരു സദസ്സ് വരികയാണെങ്കിലോ, എന്താണ് ആ സദസ്സ്? ഉസ്താദിന്റെ കൈയൊന്ന് പിടിച്ച് മുത്താൻ വേണ്ടി ആൾക്കാർ തിരക്കൂട്ട്. ഇതൊക്കെ പാടെ കണ്ടിട്ട് അപ്പുറത്ത് മൂല്യന്മാർക്ക് അസൂയ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അസൂയം വെച്ചവിടെ ഇരുന്നോളി. ഇതൊക്കെ ചോദിച്ചു വാങ്ങണ അംഗീകാരമല്ല, ജനങ്ങൾ കൊടുക്കണ അംഗീകാരമാണ്. കൈ പിടിച്ച് മുത്താൻ തോന്നണം എന്നുണ്ടെങ്കിൽ അതിലും വേണം ജനങ്ങളെ മനസ്സിക്കൊരു സ്നേഹം വരണം. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാരെ മുഖത്ത് നോക്കുന്ന സമയത്ത് എത്ര സങ്കടങ്ങൾ പറയാൻ ഓരോ ദിവസവും ഉസ്താദിന് മുമ്പിൽ ആൾക്കാർ എത്തുന്നത്. നിങ്ങൾ മർക്കസ് ചെന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രാവിലെ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരുടെ ഒരു നീണ്ട നിരങ്ങൊക്കെ അവിടെ കാണാൻ കഴിയും. വലിയ ഒരു നിര. അതിൽ എന്തെല്ലാം ആളുകളുണ്ട് അറിയോ? ഞാൻ ഇപ്പോൾ അടുത്തടുത്ത ഉസ്താദിനെ കാണാൻ പോയപ്പോഴുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്നു. കുട്ടികളെ കെട്ടിക്കേണ്ട കാര്യം പറഞ്ഞു വന്നവരുണ്ട്, വീടില്ലാത്ത വിഷമം പറഞ്ഞു വന്നവരുണ്ട്, പല ജാതി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു വന്നവരുണ്ട്. ബാപ്പ മെഡിക്കൽ കോളേജിലാ, അമ്മ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലാ, മോൻ വന്നിക്കുക ഒരു കുപ്പി വെള്ളമായിട്ട് ഉസ്താദെ മന്ത്രിച്ച് തരണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ രാവിലെ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. എന്നാൽ അതേ സമയത്ത് ഈ കുറ്റം പറയുന്നവർ നിങ്ങൾ ആലോചിക്കണം, അള്ളാൻ്റെ കോടതിക്ക് അങ്ങോട്ട് വരികയും അവിടെ ഒരു തങ്ങളും നിങ്ങളെ രക്ഷപ്പെടുത്തൂല, ഒരു മൗലിയരും നിങ്ങളെ രക്ഷപ്പെടുത്തൂല. അവനാൻ ചെയ്തത് അവനാൻ തുണക്കുന്ന ഒരു ലോകം, അതാ പരലോകം. അവിടെ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉസ്താദിൻ്റെ ആഖിറം രക്ഷപ്പെടാൻ അൽഹംദുലില്ലാ ഇഷ്ടം പോലെ ഉസ്താദ് ഉണ്ടാക്കി. ഉമ്മമാരെ നിങ്ങളൊക്കെ ചിന്തിച്ച് നോക്കി, ബാപ്പല്ലാത്തൊരു കുട്ടിൻ്റെ വേദന എത്ര ഉണ്ടാവും? എത്ര വേദന ഉണ്ടാവും ബാപ്പല്ലാത്തൊരു കുട്ടിക്ക്? മർക്കസിൻ്റെ യത്തീംഖാനയിൽ ബാപ്പല്ലാത്ത കുട്ടികൾ മാത്രമാണ് ആ യത്തീംഖാനയിൽ പഠിക്കുന്നത്. ഇപ്പല്ലാത്ത കുട്ടികളെ ആ യത്തീംഖാനയിലുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴൊക്കെ യത്തീംഖാന ഇഷ്ടം പോലെ പലയിടത്തും വന്നു. കുറച്ചു മുമ്പൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ആ യത്തീംഖാനയിൽ ചെറിയ മക്കളുണ്ടായിരുന്നു. അവിടെ ഈ തിരക്കുകളുള്ള AP ഉസ്താദ് ആ യത്തീംഖാനയിലെ കുട്ടികളരികിൽ ഒരു അല്പസമയത്തും. എന്തിനറിയങ്ങൾ? ആ മക്കൾ ഉപ്പല്ലാത്ത വിഷമം അറിയരുത് എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ വല്ല മിഠായിയോ മധുരവോ ഒക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ടത് കൊടുക്കാൻ മക്കൾ ദ്വരക്കണം. അയറ്റേളെ ദ്വയൻ്റെ ബർക്കത്ത ഉസ്താദിൻ്റെ വിജയം. ഏതൊക്കെ തരത്തിൽ കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സഹായമാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾക്കറിയോ AP ഉസ്താദിനോട് പ്രവർത്തന ഗോതയിലേക്ക് അങ്ങ് ഇറങ്ങാൻ പറഞ്ഞത് മടവൂരിന്റെ സിംഹം, മടവൂരിന്റെ സുൽത്താൻ, മഹാനായ CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദ.
അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ചിലർ പറയും ദർഗ ഞങ്ങളടുത്താണ്, ആയിക്കോട്ടെ കൊണ്ടുവരുന്നോളി, ഔലിയാക്കളൊക്കെ ഞങ്ങളോടിയ അറിയങ്ങൾ. ആ CM AP ഉസ്താദും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചെറുതായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, CM വഫാത്തായിട്ട് CMന്റെ ശരീരം ഖബറിലേക്ക് ഇറക്കി വെച്ചതാരാ? അവസാനായിട്ടൊരു മനുഷ്യന്റെ കൈ CMന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് CM ഏറെ സ്നേഹിക്കുന്ന CMന്റെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു മഹാനായ കാന്തപുരം ഉസ്താദ്. ഉസ്താദാണ് അത് ചെയ്തത്. എന്താ? ഇനി മാത്രമല്ല, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും CMനോട് ചോദിച്ചോട്ടെ AP ഉസ്താദ് ചെയ്യാറുണ്ട്. പഠിക്കണ കാലം മുതൽ അങ്ങനെ. ഞാൻ പറയാറുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം, ഉസ്താദിന് പഠിക്കണ സമയത്ത് വലിയ കടം ഉണ്ടായിരുന്നു. 12ാമത്തെ വയസ്സിൽ AP ഉസ്താദ് യത്തീമ. അതാ ഉസ്താദിന് യത്തീമുകളോട് വല്ലാത്ത സ്നേഹം. പിതാവിൻ്റെ വേർപാടിൻ്റെ വേദന ഉസ്താദ് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ്. പഠനകാലത്ത് കടം ഉണ്ടായിരുന്നു. ചാപ്പനങ്ങാടി ബാപ്പുസ്താദിനോട് ചെന്നിട്ട് ഉസ്താദ് പറയും, എൻ്റെ കടം വീടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കെന്ന് പറയും. ബാപ്പുസ്താദ് പറഞ്ഞു, കടം കൂടാതിരിക്കാം, നമുക്ക് ദ്വാരക്കാം, പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതാകണ്ട. CMന്റെ അടുത്ത് എന്ന് പറഞ്ഞാലും CM അങ്ങനെ പറഞ്ഞത്. ദറസ് പഠനകാലം കഴിഞ്ഞ് ഉസ്താദ് ബാക്കവിയാത്തിലേക്ക് പോയി. ബാക്കവി ബിരുദം വാങ്ങിച്ചു വന്നു. ദർസ് തുടങ്ങി. താൻ്റെ കടങ്ങൾ വീട്ടിയിട്ടില്ല. മാനപ്പെട്ട CMന്റെ അരികിൽ പതിവ് പോലെ ചെന്ന് പറഞ്ഞു. ഉടനെ CM, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 4963 റുപ്യയും 34 പൈസയല്ലേ കടമുള്ളത്? അപ്പോൾ AP ഉസ്താദ് പറഞ്ഞു, എനിക്ക് കറക്റ്റ് അറിയില്ല, കൂട്ടി നോക്കണം. അത്രയേ ഉള്ളൂ. ഒരു മാസം കൊണ്ട് നിങ്ങളെ കടം വിടും. ഏതായിരുന്നാലും നിങ്ങൾ ദ്വാരക്കി, ഞാൻ ദ്വാ ചെയ്യാം. ഉസ്താദ് അവറുകൾ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ ചെന്നിട്ട് ആ കടങ്ങൾ എഴുതി വെച്ച പുസ്തകം എടുത്ത് കൂട്ടി വെക്കുമ്പോൾ CM ഒരു പറഞ്ഞിന്ന് ഒരു പൈസ അധികമില്ല കുറവുമില്ല. അതാ മഹാനായ CM. ആ CMന്റെ ആത്മീയ സഹായം ഇന്നും ഈ പ്രസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ പ്രവർത്തകന്മാരൊന്നും ഈ സംഘടനയിൽ ചേർന്നിട്ടുള്ളത് ഭൗതികമായ ലാഭം കണ്ടുകൊണ്ടല്ല, ദുനിയാവിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തന കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ല. ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഈ സംഘടനയിൽ ചേർന്നിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഖിറത്തേക്ക് ഉപകരിക്കണം. അതിന് പറ്റുന്ന അമലുകൾ അത് ഈ പ്രസ്ഥാനത്തിലാണ്. ഞാൻ എൻ്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോടൊക്കെ പറയുന്നു, നമ്മളൊക്കെ സംഘടനയ്ക്ക് സേവനം ചെയ്യാൻ മുന്നോട്ട് വരണം, നല്ലവരോടൊപ്പം കൂട്ടുകൂടണം, നല്ലവരായി മാറണം. എന്താ ഉണ്ടാവുക? ഒരിക്കൽ നമ്മളൊക്കെ മരിക്കണ്ടേ? മരിച്ചാൽ നമുക്ക് കുറേ ദുആ കിട്ടണം. ഞാൻ ഈ സദസ്സിലൊന്ന് ഓരോ ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, നിലവിൽ നിങ്ങളുടെ കൂട്ടുകെട്ട് അതിന് പറ്റുന്ന കമ്പനിയായിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ മാറണം? നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, SSFന്റെ ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകർ മരിക്കുമ്പോൾ എത്രയെങ്ങാനും ആളുകളാണ് അവിടെയൊക്കെ കൂടുന്നത്. ഇപ്പം ഈ അടുത്ത സമയത്ത് കക്കോവിലുള്ള സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നതാ. പെട്ടെന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ മരണം. ജോലി കഴിഞ്ഞ് ഒഴിവുള്ള സമയങ്ങളൊക്കെയും സുന്നി പ്രസ്ഥാനത്തിനും സ്ഥാപനത്തിനും വേണ്ടി സേവനം ചെയ്ത ആ ചെറുപ്പക്കാരൻ്റെ മരണം ആ നാടിനെ അതീവ ദുഃഖത്തിലാഴ്ത്തി. ആ മരണ വീട്ടിലേക്ക് ആളുകൾ ധാരാളം വന്നു. ആ വന്നവരിൽ ആലിമീങ്ങളുണ്ടായിരുന്നു, മുതഅല്ലിമീങ്ങളുണ്ടായിരുന്നു, സയ്യിദുമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എന്താണ് സലാഹുദ്ദീന് കിട്ടിയ ഗുണം? സലാഹുദ്ദീൻ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഹാൻസ് ചവച്ചു തുപ്പി, പാൻപരാഗ് ചവച്ചു തുപ്പി ജീവിതം തുലക്കേണ്ടവരായി നമ്മൾ മാറരുത്. നമ്മുടെ ആരോഗ്യം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ കഴിയണം. 7 കൂട്ടം ആളുകൾക്ക് അർശിൻ്റെ തണലുണ്ട്. അതിലൊരു കൂട്ടം യുവാക്കളാണ്. ഏത് യുവാക്കൾ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലായി വളരുന്ന മക്കൾ. ആ മക്കളാണ്. SSFകാർക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് വടകര മമ്മദാജി തങ്ങൾ പറഞ്ഞത് വെറുതല്ല. SSFന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന മക്കൾ.
ഞാൻ എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയുന്നു, നിങ്ങളെ മോനൊരു SSFകാരനായാൽ ആ മോൻ SSFകാരനായതിൻ്റെ പേരിൽ ഒരു പോലീസും നിങ്ങളെ വീട് റെയ്ഡ് ചെയ്യാൻ വരില്ല. ഒരു തീവ്രവാദ പ്രവർത്തനത്തിലേക്കും ഞങ്ങൾ പോയിട്ടില്ല, ഒരു ഭീകരവാദ പ്രവർത്തനത്തിലേക്കും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നു. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം. മരണം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. മരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് നാളേക്ക് കൊണ്ടുപോകാൻ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു മയ്യത്ത് ഖബറിലെത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ മയ്യത്ത് അഭിമുഖീകരിക്കേണ്ട ഘട്ടം എന്താണ്? ഈ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. എനിക്കും നിങ്ങൾക്കും മരിക്കണം, എനിക്കും നിങ്ങൾക്കൊക്കെ മരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം. നമ്മുടെ തൊട്ടടുത്ത പള്ളിക്കാട്ടിൽ ഒരുപാട് പേര് മരിച്ച് അവിടെ ഖബറിലെത്തിയിട്ടുണ്ട്. നമുക്കും ഒരു ദിവസം നമുക്ക് നിശ്ചയിച്ച ഖബർസ്ഥാനിലെത്താനുള്ളവരാണ്. അങ്ങനെ നമ്മുടെ മയ്യത്ത് ഖബറിലെത്തിക്കഴിഞ്ഞാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറ. ഖബറിലേക്ക് മയ്യത്ത് അങ്ങ് കടത്തിക്കഴിഞ്ഞാൽ ആ മയ്യത്ത് ഖബറിൽ അഭിമുഖീകരിക്കുന്ന ആദ്യഘട്ടം ഏതാണ്? ഒരു മയ്യത്തിന് അഭിമുഖീകരിക്കേണ്ട ആദ്യത്തെ സന്ദർഭം എന്താണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖബറിൽ ഒരു മലക്ക് വരുന്നുണ്ട്. എൻ്റെ സദസ്സിലുള്ള ചെറുപ്പക്കാര് കേൾക്കണം, എൻ്റെ സദസ്സിലുള്ള യുവാക്കൾ അറിയണം, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് അറിയണം, എൻ്റെ പൊന്നാര പിതാക്കൾ അറിയണം. എനിക്കും നിങ്ങൾക്കും നാളെ ഖബറിൽ വരാനുള്ള ഒരു അനുഭവമാ. പ്രിയപ്പെട്ടവരെ, ഒരു മലക്ക് അവിടെ വരാനുണ്ട്. ആ മലക്കിന്റെ ജോലി എന്താ? ശ്മശാന ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന പണിയാണ് ആ മലക്കിനുള്ളത്. ആ മലക്കിന്റെ പേരാണ് റുമാൻ എന്ന് പേരുള്ള ഒരു മലക്കാണ് വരുന്നത്. ആ മലക്ക് നമ്മുടെ ഖബറിൽ വന്നുകൊണ്ട് പറയുന്നത്, യാ ഉക്തുബ് അമലക, എഴുതടാ നിന്റെ അമലുകൾ എഴുതി എന്ന് പറയുമ്പോ, ഓ എൻ്റെ ചെറുപ്പക്കാരെ, നമ്മൾ ആലിമീങ്ങളെ ചീത്ത പറയാനുള്ള ഏർപ്പാടിലാണ് പ്രവർത്തിച്ചതെങ്കിൽ സുബ്ഹാനല്ലാഹ്, എല്ലാം ഖബറിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തേണ്ട ഒരു ഘട്ടം നമുക്ക് വരാനുണ്ട്. ഈ മലക്ക് മയ്യത്തിനോട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ഈ മയ്യത്തദാനി സഹായനായി പറയുന്നത്, എഴുതാൻ എൻ്റെ കയ്യിൽ കടലാസില്ല, മഷിയില്ല, പേനയില്ല. ആ സമയത്ത് മലക്ക് പറയുന്നത്, ഇന്ന് നിനക്ക് എഴുതാൻ കടലാസില്ലാത്തത് കൊണ്ട് വിഷമിക്കേണ്ടതില്ല, പേനയില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടേണ്ടതില്ല, മഷിയില്ലാത്തത് കൊണ്ട് നീ സങ്കടപ്പെടേണ്ടതില്ല. എടാ, ഇന്ന് നിനക്ക് എഴുതാനുള്ള കടലാസ് നിന്റെ കഫൻ തുണിയാണ്. ഇന്ന് നിനക്ക് എഴുതാനുള്ള പേന എന്താണ്? അത് നിന്റെ കൈവിരലാണ്. ആ പേനയിൽ നിനക്ക് ഉപയോഗിക്കാനുള്ള മഷി എന്ന് പറയുന്നത് നിന്റെ വായക്കകത്തുള്ള ഉമിനീരാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മരിച്ച് പള്ളിക്കാട്ടിലങ്ങ് എത്തിക്കഴിഞ്ഞാല്, വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാല്, ഈ കഫൻ തുണിയിൽ നിന്നൊരു കഷ്ണം മലക്ക് തന്നെ മുറിച്ചെടുത്തുകൊണ്ട് നമ്മളോട് എഴുതാൻ വേണ്ടി പറയുമ്പോ നമ്മൾ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളും എഴുതേണ്ടി വരും. ഒരാളുടെയും സഹായം ലഭിക്കാത്ത മണ്ണറക്കൂട്, എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്ത സൽക്കർമ്മങ്ങൾ തുണയാകുന്ന വീട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന ആലിമീങ്ങളെ എത്ര പേരാ പരിഹസിച്ചത് ഈ നാട്ടില്. അവർക്ക് നേരെ എത്ര ചെറിയ അഭിഷേകങ്ങളാ നടത്തിയത്. അവര് ചെയ്ത തെറ്റെന്താണ്? അള്ളാഹുവിന്റെ ദീനിന് ഈ നാട്ടിൽ നേതൃത്വം കൊടുത്തതാണോ? മുദരിസുമാരായി ജോലി ചെയ്യുന്നവർ ഇരിക്കുന്ന സ്റ്റേജിൽ എന്റെ സഹോദരങ്ങളെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ ആലിമീങ്ങളെ എന്തിനാ ചീത്ത പറയുന്നത്? എന്റെ സഹോദരാ, മരിച്ച് പള്ളിക്കാട്ടിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, ആറടി മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരാ നമ്മളെ രക്ഷിക്കേണ്ടാകുക? ഒരു മന്ത്രി ഉണ്ടാവില്ല, 5 അല്ല 10 മന്ത്രിനെ കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല, ഒരു മന്ത്രി ഉണ്ടാവില്ല. ഖബറിൽ സഹായിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ഈ ചിന്ത മുഅ്മിനീങ്ങളെ കൽബിൽ വരണം. അഹങ്കാരമൊക്കെ ഈ ദുനിയാവിലുള്ളതാണ്, കഴിഞ്ഞാൽ പോയി അല്ലേ? ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ കഴിഞ്ഞില്ലേ? നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ക്യാൻസറിന്റെ രോഗാണു വളരുന്നില്ല എന്ന് പറയാൻ എന്തോ ഉറപ്പാണ് നമുക്കുള്ളത്?
അള്ളാഹു ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈ സദസ്സിലെ സാദാത്തുക്കളെ ബർക്കത്തുകൊണ്ട്, ഉലമാക്കളെ ബർക്കത്തുകൊണ്ട്, എത്രയോ മുത്തല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്. ഓരോ ബർക്കത്തുകൊണ്ട് എത്രയോ സ്വാലിഹായ നല്ല നല്ല മനുഷ്യന്മാർ ഈ സദസ്സിലുണ്ട്. അവരെ ബർക്കത്തുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു ക്യാൻസറിൻ്റെ രോഗാണുണ്ടെങ്കിൽ ഈ മുബാറക്കായ മജ്‌ലിസിൽ നിന്ന് ഞങ്ങൾ പിരിയുന്നതിൻ്റെ മുമ്പായി ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് അവ നശിപ്പിച്ചു കളയണേ അല്ലാഹ്. നമുക്ക് അള്ളാഹുവോട് ദുആക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ മനുഷ്യൻ്റെ ഒക്കെ അവസ്ഥ? ഈ ഹസദും ഈ ഈബത്തും നമീമത്തും ഇത് പഠിപ്പിക്കുക മദ്രസയിൽ ചെറിയ കുട്ടികൾക്ക് പോലും. ഞാൻ ഇവിടുത്തെ മദ്രസയിലോട്ട് പറഞ്ഞു, എനിക്കറിയില്ല, അറിയാത്ത ഞങ്ങൾ പറയുന്നില്ല, ഉള്ള സ്ഥലം ഇഷ്ടം പോലെ. AP ഉസ്താദിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിക്കുക രാവിലെ തന്നെ, മൊയ്ലിയേര് ഇയാളറിയോ? അറിയുന്ന കുട്ടികളറിയോ? AP ഉസ്താദ് അറിയും. AP ഉസ്താദല്ല, കള്ളൻ. എന്താണ് കള്ളൻ? എന്തതിൻ്റെ ആവശ്യം? ഇതിനാണോ നമ്മൾ മദ്രസകൾ? ഇതാണോ കുട്ടികൾക്ക് കുത്തിവെക്കേണ്ടത്? ഇന്ന് എത്രയോ ചെറുപ്പക്കാർ AP ഉസ്താദിനെ തെറി വിളിക്കുന്നുവെങ്കിൽ ഞാൻ ആ കുട്ടികളെ കുറ്റം പറയാൻ താളില്ല. ആ മക്കളെ പഠിപ്പിച്ചു കൊടുത്താൽ എന്താ നിങ്ങൾ AP ഉസ്താദിനെ കുറിച്ച് അത്രയും ആ നിലക്കാണ്. ഓ എൻ്റെ ചെറുപ്പക്കാരാ, കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെപ്പോഴെങ്കിലും ജീവിതത്തിൽ AP ഉസ്താദിനെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടോ? ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് പറയാനാകും, എതിർത്തിരുന്ന എത്രയോ പേര് ആ മുഖം കണ്ട സമയത്ത് മർക്കസിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞവര്, പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ അനുഭവത്തിലുണ്ട്. എന്താ ഉസ്താദ് ചെയ്ത തെറ്റ്? പാവങ്ങളായ അനാഥകളെ സംരക്ഷിച്ചതാണോ? അഗതികളെ സംരക്ഷിച്ചതാണോ? മൂല്യമാർക്ക് ഇസ്സത്ത് വാങ്ങിച്ചു കൊടുത്തതാണോ? ഈ തലപ്പാവിന് വിലയും നിലയും ഉണ്ടാക്കി കൊടുത്തതാണോ? ദീനീ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തതാണോ? അതേ സമയത്ത് രാഷ്ട്രീയ പ്രകടനങ്ങളിൽ തെറിവിളിച്ച ചെറുപ്പക്കാരില്ലേ? ഓ എൻ്റെ ചെറുപ്പക്കാരാ, ഇന്ന് ഉറങ്ങുന്ന നേരത്തൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നീ എത്ര നിസ്കാരമാണടാ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ജമാഅത്തായി നിർവഹിക്കുന്നത്? എത്ര സുബഹിയാണ് നീ ഖളാ ആക്കാതെ നിസ്കരിച്ചത്? എത്ര യതീമുകൾക്കാണടാ നീ ഭക്ഷണം നൽകിയിട്ടുള്ളത്? എത്ര പാവങ്ങളെയാണടാ നീ സഹായിച്ചിട്ടുള്ളത്? എന്നാൽ അതേ സമയത്ത് മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകള്, അല്ലാഹുവിന്റെ മുഖം നോക്കൂ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു താടിരോമം പോലും ഇനി നരക്കാൻ ആ മുഖത്ത് ബാക്കിയില്ല. പ്രായം അങ്ങേയറ്റം ആയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ ശൈഖുനാക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ ഉസ്താദ് അവറുകള് രാത്രി വഅളും മറ്റു പരിപാടികളും കഴിഞ്ഞ്, പ്രോഗ്രാമുകൾ കഴിഞ്ഞ്, മദ്രസ കെട്ടിടോദ്ഘാടനം, പള്ളി ഉദ്ഘാടനം, അങ്ങനെ സാന്ത്വന കേന്ദ്ര ഉദ്ഘാടനം, മറ്റു ഒരുപാട് പ്രോഗ്രാമുകൾ, ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് ശൈഖുന ഒരുപക്ഷെ യാത്ര തിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ കാസർഗോഡ് നിന്നായിരിക്കാം, അല്ലെങ്കിൽ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിൽ നിന്നായിരിക്കാം. ഏതായിരുന്നാലും ശൈഖുനയുടെ വാഹനം സഞ്ചരിക്കുന്നത്, ഓ കാന്തപുരം ഉസ്താദിനെ തെറി പറയുന്നവരെ, കുറ്റപ്പെടുത്തുന്നവരെ, ചീത്ത വിളിക്കുന്നവരെ, കള്ളനെന്ന് പറയുന്നവരെ, വ്യഭിചാരിയാക്കുന്നവരെ എത്രയോ വേദികളിൽ കടന്നു ചെന്ന് ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്ത്, ദുആ ചെയ്തു കൊടുത്ത്, പള്ളിക്കും മദ്രസക്കും വേണ്ടി പിരിവെടുത്തു കൊടുത്തുകൊണ്ട്, പാവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി ഗുണത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാതിരാ സമയത്ത് ഉസ്താദിന്റെ വാഹനം തിരിക്കുന്നത് കാരന്തൂർ മർക്കസിലേക്കാണ്. എൻ്റെ സഹോദരാ, എന്തിനാണ് ഉസ്താദിന്റെ വാഹനം മർക്കസിലേക്ക് പോകുന്നത്? ഓ എൻ്റെ സഹോദരങ്ങളെ, ഉസ്താദിന്റെ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരങ്ങൾ മർക്കസിലുണ്ട്. ആ ഉസ്താദിന്റെ വാഹനം മർക്കസിലേക്ക് എത്തുന്നത് സുബ്ഹിയോട് അടുത്ത സമയത്താണ് പലപ്പോഴും എത്തിച്ചേരുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ചോദിക്കട്ടെ, ഞാൻ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു കല്യാണമുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലൊരു കല്യാണമുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണ ചടങ്ങിലോ മറ്റോ പങ്കെടുക്കാൻ ഒരു രാത്രി ഒന്നങ്ങ് ഉറക്കമൊഴിച്ചാൽ പിറ്റേ ദിവസത്തെ ഉറക്കത്തിന്റെ ആ ഒഴിച്ചതിന്റെ ക്ഷീണം എത്രയാണ്? ഈ മനുഷ്യന് ലഭിക്കുന്ന ഉറക്കം എത്രയാ? ഞാനും നിങ്ങളും 6, 7, 8 മണിക്കൂറല്ല സഹോദരങ്ങളെ കിടന്നുറങ്ങുന്നതെങ്കിൽ, ശൈഖുന ഉസ്താദ് അവർക്ക് എവിടെയാ ഇത്രയും സമയം ഉറങ്ങാനുള്ളത്? പലപ്പോഴും ഉസ്താദിന്റെ ഉറക്കമെന്ന് പറയുന്നത് ഈ തിരിച്ചുള്ള യാത്രയിൽ വാഹനത്തിൽ ഇരുന്ന് ഉറങ്ങുന്ന ഉറക്കമാ. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവർ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയം ആ വാഹനം സുബ്ഹിയോടടുത്ത
അടുത്ത സമയത്ത് മർക്കസിന്റെ തിരുമുറ്റത്ത് എത്തിച്ചേരുമ്പോ ആ വാഹനത്തിൽ നിന്ന് ഉസ്താദ് ഇറങ്ങിയിട്ട്, സഹോദരാ, ഒരു മനുഷ്യന്റെ സ്വകാര്യ ഇബാദത്തുകളൊന്നും ഇങ്ങനെ മൈക്ക് കെട്ടി പറയേണ്ടതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആ ബാപ്പയെ കുറിച്ച് പറയാ, മക്കളായ ഞങ്ങളാണല്ലോ നല്ലത്. ഞങ്ങൾ കണ്ട ശൈഖുനെയാ ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഉസ്താദിനെയാ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ഉറങ്ങുകയായിരിക്കും. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, തെറി വിളിക്കുന്ന ഈ ഉസ്താദുണ്ടല്ലോ, എന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന രാഷ്ട്രീയ ചെറുപ്പക്കാരാ, ആഖിറം ആരാന് വേണ്ടി കളഞ്ഞു കുളിക്കല്ല, പരലോകം വല്ലവർക്കും വേണ്ടി നഷ്ടപ്പെടുത്തല്ല. എന്റെ സഹോദരാ, കാന്തപുരം ഉസ്താദ് അവറുകൾ വാഹനത്തിൽ നിന്നിറങ്ങിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഒരല്പസമയം, ഒരുപക്ഷെ സമയമുണ്ടാവും ഇനിയും സുബഹി ബാങ്ക് കൊടുക്കാൻ. ആ സമയത്ത് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ പോയി കിടന്നുറങ്ങല്ല. പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകരെ, കിഴക്കുംപാടത്തെയും പരിസര പ്രദേശങ്ങളിലെയും SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാരെ, നമുക്ക് വേണ്ടി ശൈഖുന ദുആ ചെയ്യാത്ത ഒരു ദിവസം കടന്നു പോകുന്നില്ല. അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാണ്. സുബഹിയുടെ ബാങ്ക് വിളിച്ചു. ഉസ്താദ് അവറുകൾ മർക്കസിൽ കിടന്നുറങ്ങുന്ന ഞങ്ങളെ വിളിച്ചുണർത്താൻ ആ കോണിപ്പടി കയറി വരുന്ന രംഗം ഇന്നും ഞങ്ങൾ ഓർക്കുകയാണ്. മക്കളെ, പള്ളിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞു വിളിക്കുന്ന രംഗം. ഞങ്ങൾ എത്രയോ നേരത്തെ ഉറങ്ങിയവരാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഉസ്താദ് അവറുകളും ആ വലിയ വിശാലമായ സുബ്ഹിയുടെ ജമാഅത്തിൽ, എന്നിട്ട് അവിടുത്തെ ജമാഅത്ത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് കുട്ടികൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതും. ഉസ്താദ് അവറുകൾ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദിന് ചൊല്ലാനുള്ള ദിക്റുകളും സ്വലാത്തുകളും പതിവായി ചൊല്ലുന്ന കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ സ്വഹീഹുൽ ബുഖാരി കയ്യിൽ പിടിച്ചിട്ട് മർക്കസിൽ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ആയിരിക്കുന്നവരിലുണ്ട്. ഇനി അവിടെ നടക്കുന്നത് ഇൽമാണ്. സുഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗ്രന്ഥ. അപ്പോഴും ഉസ്താദ് ബുഖാരി ക്ലാസ് നടത്തുമ്പോഴും ഈ തെറി പറയണ നീറ്റിട്ട് ഉണ്ടാവില്ല കിടക്കപ്പായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ തമാശ പറയില്ല, അതിൻ്റെ ഗൗരവങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നിട്ട് ഉസ്താദ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. ഒരു ദുന്യവിയായ ചർച്ചയും ആ ക്ലാസ്സിൽ വരാറില്ല. അത് കഴിഞ്ഞ് ഉസ്താദ് അവിടെ നിന്ന് ദ്വാരക്കുകയാണ്. എത്രയോ കുട്ടികൾ ഉസ്താദിനോട് ദ്വാരക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ഉസ്താദിൻ്റെ നാവിൻ്റെ പവർ അനുഭവിച്ച പലരുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പരസ്യമായിട്ട് ഉസ്താദിനെ വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചാൽ മതി. എത്ര അനുഭവങ്ങൾ പറയാണ്ട്. രോഗങ്ങൾ വലിയ ഇതൊന്നും ഞങ്ങൾ മൈക്കെട്ടി പറഞ്ഞ് ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. വേണ്ടവർ വിശ്വസിച്ചാൽ മതി. അനുഭവിച്ചവർക്കും കൂടെ നടന്നവർക്കും എല്ലാം തെറി പറഞ്ഞ്, വളരെ മോശമായിട്ട് ഇങ്ങനെ തെറി പറഞ്ഞ് പ്രസംഗിക്കാൻ കുറേ വായാടികളെ കിട്ടുമ്പോൾ ഇങ്ങനെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ പല്ലൊളിച്ചിരുന്ന് ചിരിച്ചിന കുറേ കാക്കാരുണ്ട്. പൊന്നാര കാക്കാരെ മരിച്ചിട്ട് കണ്ണിലും മൂക്കിലും പഞ്ഞിച്ച് പള്ളിക്കാട്ടിക്കൊണ്ട് വരി. അവിടെ കിടന്ന് അനുഭവിക്കുങ്ങളൊക്കെ. ആരെയാണ് ഈ തെറി പറയുന്നത്? ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ അത് കഴിഞ്ഞ് ആ ദുആ കഴിഞ്ഞിട്ട് ഓഫീസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 100 കണക്കിന് മനുഷ്യന്മാർ. അതൊരു മുതലാളി ആയതുകൊണ്ടല്ല. നിങ്ങൾ ആലോചിച്ചോക്കെ, ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. എത്തിയും കുട്ടികളെ സ്വത്തുകൊണ്ട് ഉഷാറായിട്ട് എങ്ങനെ നടക്കും. നിങ്ങൾക്കറിയോ, ഉസ്താദിൻ്റെ കയ്യിലേക്ക് വല്ലവരും വല്ല സംഭാവനയും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പോയി നോക്ക്, ബോധ്യപ്പെട്ടാൽ മാത്രം അംഗീകരിക്കും. ഉസ്താദിൻ്റെ കയ്യിലേക്ക് ഇപ്പം ഞാനൊരു ദിവസം തന്നെ എൻ്റെ മുന്നിൽ നിന്ന് കണ്ട കാഴ്ചയാണ്. ഉസ്താദിനെ കൊണ്ട് ഒരാൾ വെള്ളം മന്ത്രിപ്പിക്കുന്നു. അയാൾ 500 രൂപ, ഞാൻ കണ്ടതുകൊണ്ട് പറയാം, ഉസ്താദിന് കൈ കൊടുത്ത് ഉസ്താദിനെ പെട്ടിയിലിട്ടേക്കാണ്. മർക്കസിൻ്റെ പെട്ടി അവിടെ ഉണ്ട്. അല്ല, ഇത് ഉസ്താദിന് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇയാളിത് തന്നിട്ടുള്ളത്. ഉസ്താദ് ചിരിച്ചിട്ട് അവിടെ വെച്ചേക്ക് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് വേറൊരാളുടെ ഊഴാണ്. അതിന് ശേഷമാണ് എൻ്റെ ഊഴം. അയാൾ കർണാടകയിൽ നിന്ന് വന്നതാണ്. അയാൾ ഉസ്താദേ വീടില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ഈ കിട്ടിയ പൈസ കൊണ്ട് കൊടുത്ത് അവിടുന്ന് വലുപ്പുനിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് ഒരു ലെറ്റർ ബേർഡ് എഴുതി കൊടുക്കുക. അയാൾ വല്ലയിടത്തൊക്കെ പോയിട്ട് ആൾക്കാരിൽ എന്തെങ്കിലും വാങ്ങിച്ച് വീട് വെച്ചോട്ടെ. ഇതാണ് ഉസ്താദ്. എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ കണ്ട ഉസ്താദ് ഇതാണ്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, ഞാനൊരിക്കൽ വയനാട്ടിലൊരു പരിപാടിക്ക് ചെന്നപ്പോൾ അവരെ ഒരു ഡോക്ടർ, ആ ഡോക്ടറായ ചെറുപ്പക്കാരനെ ആദരിക്കുകയാണ്.
അപ്പോൾ ആ ഡോക്ടർ നിറക്കണ്ണുകളോടെ പറഞ്ഞു. അയാളുടെ വാക്ക് കേട്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി. ബാപ്പ മരിച്ചപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തി. ഉമ്മ കുട്ടികളെ കൂട്ടി ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. നാട്ടിലെ SSFകാരും SVSകാരും ആ ഉമ്മയെ സമീപിച്ചിട്ട് പറഞ്ഞു, മക്കളെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾ മർക്കസിൽ കൊണ്ടുപോയി ചേർത്തി തരാം. മർക്കസിൻ്റെ യത്തീംഖാനയിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ ചേർത്തി. 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ മിടുക്കനായി കുട്ടിയെ ഉസ്താദ് തുടർത്തി പഠിപ്പിച്ചു. അങ്ങനെ MBBS കഴിഞ്ഞ് ഡോക്ടറായി. ആ കുട്ടി തന്നെ അവഗണിച്ച നാട്ടുകാരുടെ മുന്നിലും കുടുംബത്തിൻ്റെ മുന്നിലും ഡോക്ടർ പട്ടം വാങ്ങിയിട്ട് ആദ്യമായി ഒരു പൊതുവേദിയിൽ പങ്കെടുക്കുമ്പോൾ അയാൾ പറഞ്ഞത്, എനിക്കിതിനോടുള്ള കടപ്പാട് അറിയിക്കാനുള്ളത്, എൻ്റെ ബാപ്പ നഷ്ടപ്പെട്ടപ്പോഴും എൻ്റെ ഉപ്പാൻ്റെ വേർപാടിൻ്റെ വേദന എന്നെ അറിയാത്ത വിധം എന്നെ പോറ്റി വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ശൈഖുനക്ക്. ഇത്തരം എത്ര അനുഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവർ. ആരും സംരക്ഷിക്കാനില്ലാതെ ഒറ്റപ്പെട്ടുപോയിരുന്ന പാവം മക്കളെ അറിവും ആഹാരവും അവർക്കാവശ്യമുള്ളതൊക്കെ നൽകി ഈ സമുദായത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നതാണ് ശൈഖുന ചെയ്ത തെറ്റ്. ഇതിൻ്റെ പേരിലാണ് ഞങ്ങൾ ക്രൂശിക്കപ്പെടുന്നത്. എന്നെ കേട്ടു നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ സഹോദരങ്ങളോടും ഞാൻ വിനയത്തോടെ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങൾ ഒരാളെയും കൊല്ലാൻ പോയിട്ടില്ല. ഒരാളുടെ കണ്ണും ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കാൻ പോയിട്ടില്ല. ഒരാളെയും നോവിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളെ ശൈഖുന ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. കുണ്ടൂർ ഉസ്താദിൻ്റെ ഓമനപുത്രൻ കുഞ്ഞുവിനെ കൊന്നപ്പോൾ AP ഉസ്താദിനോട് കയ്യും കാലും പിടിച്ചിട്ട് അന്ന് പ്രവർത്തകർ പറഞ്ഞു, ഉസ്താദെ ഒരു അനുമതി തരൂ ഉസ്താദെ, കുണ്ടൂർ ഉസ്താദിൻ്റെ മോനെയാ കൊന്നിരിക്കുന്നത്, ഞങ്ങൾ ഇന്നത്തെ രാത്രി പകരം വീട്ടിക്കൊള്ളാം. കരുത്തില്ലാത്ത പ്രവർത്തകരില്ലാത്ത സംഘടനയല്ല ഞങ്ങൾ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സംയമനം ക്ഷമ നിങ്ങൾ അവലംബിക്കണം എന്ന് ഞങ്ങളുടെ നേതൃത്വം പറയുന്നത് നമ്മുടെ ആഖിറം വിചാരിച്ചിട്ട്. നമുക്കിവിടെ മാത്രം ജീവിച്ചാൽ പോരാ, നമുക്ക് മരിച്ചിട്ട് പരലോകത്തും ചെല്ലണം. ഒരാൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആക്രമിക്കാൻ നമുക്ക് അനുവാദമില്ല. നീതി നീതിയുടെ വഴിക്ക് പോകട്ടെ, നിയമങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. എത്ര സ്ഥലത്താണ് നമ്മുടെ പ്രവർത്തകന്മാർ ദാരുണമായി കൊല്ലപ്പെട്ടത്. കല്ലാങ്കുഴിയിലെ കൊലപാതകത്തിൽ 24 പ്രതികളാണുള്ളത്. ആ 24 പ്രതികളും ഇന്ന് നാട്ടിലിറങ്ങി സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷികളെപ്പോലും അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നീതിപീഠത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം തീർച്ചയായും ഓരോ പ്രവർത്തകനും കിട്ടിയിരിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് പറയുന്നു, നമ്മൾ അവഗണിച്ചവരെ വരും ഇലക്ഷനുകളിലും അവഗണിക്കാൻ നമുക്ക് കഴിയണം. അവരെ പരിഗണിക്കേണ്ടതുപോലെ നമുക്ക് പരിഗണിക്കാൻ കഴിയണം. ഈ നാട്ടിൽ അതിൻ്റെ സൂചനയുടെ അലയൊലികളാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ ഒട്ടനവധി ഗ്രാമങ്ങളിൽ വൻ അട്ടിമറികൾ നടത്താൻ നമ്മുടെ കൂട്ടായ്മക്ക് സാധിച്ചിട്ടുണ്ട്. മുസ്ലിം ജമാഅത്ത് നിലവിൽ വരാൻ പോവുകയാണ്. കട്ടി രാഷ്ട്രീയത്തിൽ മുസ്ലിം ജമാഅത്ത് ഇടപെടില്ല എന്നത് സത്യമാണ്. പക്ഷേ വഖഫ് ബോർഡിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തി, മറ്റേതെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തി മുസ്ലിം ജമാഅത്തിന്റെ മുന്നേറ്റം കുറിക്കപ്പെട്ടാൽ ഇനി ആർക്കും അങ്ങനെ മുന്നേറാൻ കഴിയില്ല എന്നുള്ളത് വളരെ ശക്തമാണ്. മുസ്ലിം ജമാഅത്ത് കേരളത്തിൽ മാത്രം രൂപീകരിക്കുന്ന ഒരു സംഘടന ഒന്നുമല്ല. ഓൾ ഇന്ത്യ തലത്തിൽ മുസ്ലിം ജമാഅത്ത് ഇൻഷാ അല്ലാഹ് വരും. അതുകൊണ്ട് തന്നെ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടും. ഇപ്പോൾ തന്നെ അതിൻ്റെ യൂണിറ്റ് ഘടകങ്ങളൊക്കെ നിലവിൽ വരുന്ന സാഹചര്യങ്ങളാണ്. എല്ലാ സഹോദരങ്ങളും ഈ സംഘടനയെ അടുത്തറിഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരിക. നാട്ടിൽ വിപത്തുണ്ടാക്കാനല്ല, നാട്ടിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനല്ല, ഒരു ഉമ്മയെയും വിധവയാക്കാനല്ല, ഒരു കുട്ടിയെയും അനാഥയാക്കാനല്ല, ഒരു ചെറുപ്പക്കാരനെയും വെട്ടിനുറുക്കാനല്ല. നാട്ടിൽ അരുതായ്മകളോട് പൊരുതാൻ, തീവ്രവാദത്തിനെതിരെ പൊരുതാൻ, അനീതിയോട് പൊരുതാൻ നിങ്ങളെ ഈ പ്രസ്ഥാനം നിങ്ങളെ വിളിക്കുന്നത് നന്മയുടെ പക്ഷത്തേക്കാണ്. ഇതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ എല്ലാവരുടെയും സർവ്വ പിന്തുണകളും ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. എല്ലാവരും എണീറ്റ് ഇൻഷാ അല്ലാഹ്, ആരും നമ്മുടെ പ്രവർത്തകരാരും ദിക്ർ ചൊല്ലാതെ കൂട്ടമായി ദുആയിൽ പങ്കുചേരാതെ
നമ്മൾ ആരും പിരിഞ്ഞു പോകരുത്. നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചവരുണ്ട്. ഒരു ചെറിയ സന്ദേശം കിട്ടിയപ്പോഴേക്കും ഈ വലിയ ജനാവലി ഈ ഉൾഗ്രാമത്തിലേക്ക് അലയടിച്ചു വന്നു. അതാണ് നമ്മുടെ സംഘടനാ സംവിധാനം. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് നമുക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു മഹാശക്തിയായി നമ്മുടെ പ്രസ്ഥാനം വളർന്നിട്ടുണ്ട്. ആർക്കും ഇത് അവഗണിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും അറിയാം, ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങി വെക്കുന്ന പദ്ധതികളുണ്ട് ധാരാളം. SSFന്റെ യൂണിറ്റ് സമ്മേളനങ്ങൾ യൂണിറ്റുകളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സമ്മേളനം വരുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതാ നമ്മുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ. അതല്ലാതെ ചിലർ സമ്മേളനം പ്രഖ്യാപിക്കും, അന്നറിയും, പിന്നെ തലേന്നും അറിയും. ഇതല്ല നമ്മുടെ സമ്മേളനം. അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ അവഗണിച്ചാലും, ഏതൊക്കെ എതിർപ്പുകൾ നമുക്ക് നേരിടേണ്ടി വന്നാലും ഓർക്കുക, നമ്മൾ നമ്മുടെ പൂർവികരെ സ്വീകരിച്ചത് പൂച്ചെണ്ടുകളായിരുന്നില്ല. നമ്മുടെ പൂർവികരെ സ്വീകരിച്ചത് പൂമാലകളായിരുന്നില്ല. അല്ലേറുകളും കൂക്കുവിളികളും എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് മുമ്പേ നടന്ന പൂർവികരാണ് നമുക്ക് ഊർജം നൽകിയിട്ടുള്ളത്. അവരുടെ വഴിയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. നാട്ടിലെ ജീർണതയോട് പൊരുതാൻ നമുക്ക് കഴിയണം. അതിന് യുവാക്കളെ നമ്മൾ സംഘടിക്കണം. അക്രമത്തിന്റെ പാത നമുക്ക് സ്വീകരിക്കേണ്ടതില്ല. നിഴൽ യുദ്ധങ്ങളുടെ പിറകിൽ നമ്മൾ പോകേണ്ടതില്ല. തെറിയഭിഷേകങ്ങളെ കൊണ്ട് നമ്മുടെ ഗ്രാമങ്ങൾ മലിനപ്പെടുത്തേണ്ടതില്ല. നാട്ടിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് ഒരു നേരത്തെ മരുന്ന് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് നാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമെന്ന് നമ്മൾ മനസ്സിലാക്കുക. SYSന്റെ 60ാം വാർഷിക സമ്മേളനം അൽഹംദുലില്ലാഹ് ഭംഗിയായിട്ട് നടന്നു. അന്ന് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് 60 സർക്കാർ ഹോസ്പിറ്റലുകളിലെ വാർഡ് നവീകരണം എന്ന് പറയുന്നു. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെന്ന് നോക്ക്, നമ്മുടെ സാന്ത്വന പ്രവർത്തനം അൽഹംദുലില്ലാഹ്. മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ചെന്ന് നോക്ക്, എത്ര സ്ഥലങ്ങളിൽ നമ്മുടെ സാന്ത്വനം പ്രവർത്തകന്മാർ. പ്രവാസ ലോകത്തിരുന്ന് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ച നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, 6 മാസത്തെ 3 മാസത്തെ ലീവിനാ പ്രവാസികൾ വരാറുണ്ട്. ആ ലീവിന്റെ സമയം പോലും സാന്ത്വന സേവന രംഗത്ത് ഉപയോഗിക്കാൻ മനസ്സ് കാണിക്കുന്ന നമ്മുടെ പ്രവർത്തകരുടെ ആ വിശാല മനസ്സിനെ എങ്ങനെ നമുക്ക് വർണ്ണിക്കാനാകും? അതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. ഇവിടെ ഈ യൂണിറ്റ് അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്ത് മുസ്ലിം ജമാഅത്ത് നിലവിൽ വരുന്നതോടുകൂടെ സാന്ത്വന സേവന പ്രവർത്തന രംഗത്ത് 25 ലക്ഷം രൂപയുടെ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മൾ ഒരിക്കലും പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ഇനി നമ്മൾ മറുപടി പറയേണ്ടത്. തെറിയഭിഷേകങ്ങളെ കൊണ്ടല്ല. തെറിപ്പാട്ട് പാടുന്ന പലരും വരും. പ്രിയപ്പെട്ടവരെ, പ്രവർത്തകരെ അവഗണിക്കാൻ നമുക്ക് കഴിയണം. എന്ത് കേട്ടാലും നമ്മുടെ മനസ്സിലുള്ള ഈമാനിനൊരു കോട്ടവും വരൂല. ഏതൊക്കെ കോലത്തിൽ ആരൊക്കെ EP ഉസ്താദിനെ ചിത്രീകരിച്ചാലും അവന്മാരെ നാവിൽ നിന്നാണോ ഉസ്താദിനെ നമ്മൾ പഠിക്കേണ്ടത്? നമ്മുടെ മുത്തിനെ നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് നേതൃത്വം നൽകി കാണിച്ചു തരുന്ന മഹാമനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരാ നമ്മുടെ നേതാക്കന്മാർ? സ്വന്തം മണികളെ ഈബത്തും നമീമത്തും പറയാൻ കയറൂരി വിടുന്ന ഏതെങ്കിലും മരമൊല്ലമാരല്ല നമ്മളെ നയിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ആലോചിക്കുകയാ, ബഹുമാനപ്പെട്ട വൈലത്തൂര് ബാവ ഉസ്താദ് അവറുകൾ, അള്ളാഹു അടുത്ത ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ ബാവ ഉസ്താദ് അവറുകൾ ഒരിക്കൽ ഖലീൽ തങ്ങളുടെ അരികിൽ വന്ന ഒരു സന്ദർഭം ഞാൻ ആലോചിക്കുക. നമുക്ക് വലിയ പാഠമുണ്ട്. എന്താ സംഭവം എന്നറിയങ്ങൾ? വൈലത്തൂര് ബാബ ഉസ്താദിൻ്റെ നാട്ടിൽ ഒരു ദുആ സമ്മേളനം നടത്തണം. അപ്പം തങ്ങളെ കൊണ്ടുവരണമെന്ന് ചർച്ചയിൽ വന്നു. വൈലത്തൂര് ബാബ ഉസ്താദ് എന്ത് പറഞ്ഞു? ഖലീൽ തങ്ങൾ ചിലപ്പം കുറേ നേരം വൈകിട്ടേ വരുള്ളൂ, ഞമ്മക്ക് വേറെ ഏതെങ്കിലും തങ്ങളെ കൊണ്ടാലോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ യൂണിറ്റിൽ ഒരു ചർച്ച നടത്തുമ്പോൾ വരുന്നൊരു ചർച്ച. പക്ഷെ ഇത് പറഞ്ഞ ശേഷം വൈലത്തൂര് ബാബ ഉസ്താദ് ചിന്തിക്കണത്, പടച്ചോനെ, അത് തങ്ങളില്ലാത്തൊരു സദസ്സിൽ വെച്ച് പറഞ്ഞുകൊണ്ട് അത് ഒരു കുറ്റായില്ലേ? പിറ്റേ നിങ്ങൾ ആലോചിക്കണം, പ്രായം എത്ര ഉണ്ട്, രോഗം എന്തൊക്കെ ഉണ്ട്. വീട്ടിക്ക് ചെന്നു ഖലീൽ തങ്ങളെ വീട്ടിക്ക്, വൈലത്തൂര് ബാബ ഉസ്താദ്. വൈലത്തൂര് ബാബ ഉസ്താദാ വന്നിക്കണെന്ന് കണ്ടപ്പോൾ തങ്ങളിങ്ങോട്ട് വന്നു. തങ്ങളെ കാലുമക്ക് പോകുക ബാബ ഉസ്താദ്. എന്താണ് ചെയ്യണ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട്
ഇൽമു കൊണ്ടും പ്രായം കൊണ്ടും എന്തുകൊണ്ടും തന്നേക്കാൾ മേലെ നിൽക്കുന്ന എന്താ ഉസ്താദ് ഇത് ചെയ്യുന്നത്? ഉസ്താദിനെ പിടിച്ചിരുത്തിയിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് ഉസ്താദ് പറയാ, തങ്ങൾ എന്നോട് പൊരുത്തപ്പെട്ട് തരണം, ഞാൻ ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത്തരം സംശുദ്ധരായ നേതാക്കളാണ് ഈ പ്രസ്ഥാനത്ത് നയിക്കുന്നത്. ഇന്ന് പ്രസിഡന്റ് കസേരയിലിരിക്കുന്ന സുലൈമാൻ ഉസ്താദ് സാധാരണക്കാരായ പ്രവർത്തകരെ ആരാണ് ആ ഉസ്താദ് എന്നറിയോ? ജീവിതത്തിൽ ഉസ്താദിന് വുളൂ നഷ്ടപ്പെടുന്നില്ല. വുളൂ മുറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുക. അത്രയും സൂക്ഷ്മത പുലർത്തുന്ന ഹാലിമീങ്ങളാണ് നമ്മളെ നയിക്കുന്നത്, ഉലമാക്കളാണ് നമ്മളെ നയിക്കുന്നത്. ആ ഉലമാക്കളെ ഒന്നും പഠിപ്പിക്കാൻ, ആ ഉലമാക്കൾക്കൊന്നും ഒരു ആദർശം പഠിപ്പിക്കാൻ ഒരു മുന്നേറ്റക്കാരൻ ഇങ്ങ് വരേണ്ട ഒരു കാര്യവുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ആമാശയ മുന്നേറ്റമായി കണ്ട് നമ്മുടെ കെട്ടുറപ്പ്. പ്രിയപ്പെട്ടവരെ, ഈ നേതൃത്വത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം. അല്ലാഹുവേ, ആ നേതൃത്വത്തിന് ആഫിയത്തുള്ള ബറക്കത്തുള്ള നിന്റെ ത്വാഅത്തിലായിട്ടുള്ള ദീർഘായുസ് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ നൽകി അനുഗ്രഹിക്കണേ.